യാചിക്കുന്നതിലും നനയ്ക്കുന്നതിലും എത്രയോ അധികമായി ബലത്തിൻ ക്രിയകൾ ചെയ്യും രക്ഷകന് സ്തോത്രം നിത്യമായി. യാചിക്കുന്നതിലും നനയ്ക്കുന്നതിലും എത്രയോ അധികമായി ബലത്തിൻ ക്രിയകൾ ചെയ്യും രക്ഷകന് സ്തോത്രം നിത്യമായി. നീതിമാന്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു, പന പോലെ അവൻ തഴച്ചു വളർന്നു വന്നിടും. ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം. അതുനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. 19-ാം വാക്യത്തിന്റെ അവസാനത്തെ വാക്ക് അല്ല, ദൈവത്തിന്റെ ഭവനക്കാരോ അല്ല, പ്രാർത്ഥിക്കുന്നു എന്നാണ്. പക്ഷെ അത് ഓടി കുറച്ച് കളഞ്ഞു. വായിക്കേ, അതാണ് അവിടെ ഈ അക്ഷരം കുറച്ച് കനം കുറച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത വാക്യം. എന്നാൽ നാം ചോദിക്കുന്നതിലും, അതാണ് ഏറ്റവും ഇഷ്ടമുള്ളൊരു വാക്യം. അതൊക്കെ വായിച്ചേക്കാം, വായിച്ചാട്ടെ. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറ തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. വാക്യമാണ് പ്രസംഗിക്കാൻ വേണ്ടി പോകുന്നത്. ആമേൻ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വിശേഷാൽ പ്രിയ കഥാദാസന കുടുംബത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും, പരിചയമുള്ളവർക്കും പരിചയമില്ലാത്തവർക്കും ആമേൻ കഥാനാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഈ ക്ലാസ്സിൽ നടക്കുന്ന ഈ കൂട്ടായ്മയിൽ കുറേ നാൾ മുമ്പ് ക്ഷണം കിട്ടിയതാണ്. പല കാരണം കൊണ്ടും എത്തിപ്പിടിക്കാൻ പറ്റിയില്ല. എന്നാൽ ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥന പ്രാരംഭ ദിവസത്തിലെ യോഗത്തിൽ ഒരു സെഷൻ ഇവിടെ ആയിരിക്കും എന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു. എന്നാൽ എങ്ങനെയും ഇവിടെ കടന്നു നിങ്ങളെ കാണുവാൻ ദൈവാവസരം നൽകി. സാക്ഷ്യം ഒന്നും ഞാൻ കാര്യമായിട്ട് പറയുന്നില്ല. എൻ്റെ പേര് പറഞ്ഞല്ലോ, ഷാജി എന്നാണ്. ഒഫീഷ്യലി വർഗീസം സാമ്പിളാണ്. പുനലൂരുകാരനാണ്. ജന്മം കൊണ്ട് പത്തനംതിട്ട ജില്ല കോന്നി എന്നുള്ള സ്ഥലത്ത് പുനലൂരിൽ ഞങ്ങളിപ്പോൾ താമസിക്കുന്നു. അവൻ സാക്ഷ്യം ഞാൻ ഒത്തിരി പേരിനെ തൊണ്ടോ അതോ കുറച്ച് പേരെ ഉണ്ടോ എനിക്കറിയില്ല. എന്തായാലും നീട്ടിയൊന്നും സാക്ഷ്യം പറയുന്നില്ല. ആമീൻ. ഞാൻ എൻ്റെ പശ്ചാത്തലം, എൻ്റെ അപ്പൻ യാക്കോക്കാരനാണ്, അമ്മ കത്തോലിക്കത്തെയാണ്. ഞങ്ങൾ ഒരു സങ്കരവർഗം എന്ന് വേണം പറയാം. ഇത് രണ്ടും കൂടെ കൂടിയ, ഇത് രണ്ടിനോട് ഭക്തി ഉണ്ടെങ്കിലും കത്തോലിക്ക ഭക്തിയിലാണ് ഭൂരിപക്ഷ സമയം ചെലവഴിച്ചത്. അവൻ്റെ ആ ഒരു എന്താ പറയുക, കന്യാസ്ത്രീമാരോടും അച്ഛന്മാരോടും ഒക്കെ ഉള്ള ഒരു ഇഷ്ടത്തിൽ ഇങ്ങനെ വളർന്നു വന്നു. കർത്താവിനെ അറിയാൻ ഒരു അവസരം ദൈവം നമുക്ക് ഒരുക്കി നൽകി. ഞാൻ എല്ലായിടത്തും പറയുന്ന വാചകം തന്നെ പറയാം. മര്യാദയ്ക്ക് പലപ്പോഴും സുവിശേഷം പറഞ്ഞ ആൾക്കാർ കേൾക്കാറില്ല. ഹലോ, നിങ്ങളെല്ലാവരും ഉണ്ടോ ഇവിടെ? പിന്നെ ഈ അത്ര സുഖമല്ലാത്ത അവസ്ഥയിലാണ് പലപ്പോഴും സുവിശേഷം കേൾക്കാറുള്ളത്. ഞാൻ പുനലൂർ ബഥേരി പഠിച്ചതാണ്. ഞാൻ ഓർക്കുന്നൊരു കാര്യം, കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് സുവിശേഷീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് പോകണം. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ട്രാക്ട് ഡിസ്ട്രിബ്യൂഷൻ ആവാം, ഭവന സന്ദർശനമാകാം, ഹോസ്പിറ്റൽ വിസിറ്റ്, വാട്ടവർ, ഞങ്ങളുടെ കോളേജ് അസൈൻ ചെയ്തതിന് പോകണം. ഞാൻ ഈ ഭവന സന്ദർശനമൊക്കെ പോകുമ്പോൾ, ഞങ്ങൾ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ നല്ലൊരു ശതമാനം വീട്ടുകാർക്കും ഭയങ്കര തിരക്കാണ്. പ്രത്യേകിച്ച് ബാക്കിയെല്ലാം നാടകത്തിന്, സിനിമയ്ക്ക്, കൂത്തിന്, ആട്ടിന്, പാട്ടിന് എല്ലാം സമയമുണ്ടെങ്കിലും നമ്മുടെ രൂപം കണ്ടു കഴിയുമ്പോഴത്തേന് എല്ലാവർക്കും അത് തിരക്കായിരിക്കും. ആമീൻ. അത് എല്ലാ രാജ്യത്തും തന്നെയാണ്. ഇവിടെ അവിടുത്തെ മാത്രമൊന്നുമല്ല, ഞാൻ അനുഭവം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം വണ്ടിയുടെ താക്കോൽ എടുത്തുകൊണ്ട് നിൽക്കുന്നത് എന്തിനാണെന്നറിയാമോ? അത്യാവശ്യം പുറത്ത് വരെ ഒന്ന് പോകണം, സമയമില്ല ഇത് കേൾക്കാൻ. സന്തോഷം. നമ്മൾ പിന്നെ 2 സുവിശേഷപ്രതികൾ എടുത്ത് കൊടുക്കും, ഇന്ന് വായിക്കണേന്നും പറയും. ഇവരത് നല്ലൊരു ശതമാനം ആൾക്കാർ വാങ്ങിച്ചിട്ട് 2 വയസ്സുള്ള കൊച്ചിൻ്റെ കയ്യിലുണ്ട്. കൊച്ചാണല്ലോ ഇത് പഠിച്ചിനിയും മാനസാന്തരപ്പെടുത്തും. മിക്കവാറും നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ കൊച്ചത് വിവിധമായിട്ട് ഭാഗമായിട്ട് തിരിച്ച് മനസ്സിലാവുന്നുണ്ടായിരിക്കും അല്ലേ? ഞാൻ ഈ സുവിശേഷപ്രതിയൊക്കെ എഴുതിയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അതിൻ്റെ വിലയും മൂല്യമൊക്കെ എനിക്കറിയാം. പണം മുടക്കുന്നതിൻ്റെ കഷ്ടപ്പാടൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കൊടുക്കാറില്ല പിള്ളേരെ, ഞാൻ തിരിച്ചു വാങ്ങിച്ചു പോകും. എന്തിനാ അത്ര പണ്ടാണ് ചിലവരെയൊക്കെ സ്വർഗത്തിൽ കൊണ്ടുകൊണ്ട് നമ്മൾ എഗ്രിമെന്റ് ഒന്നും പറയാണ്ട് വാങ്ങിച്ചിട്ടൊന്നുമില്ലല്ലോ. വേണേ പോയാൽ മതി. ഹലോ, സുവിശേഷം നിർബന്ധിക്കാനൊന്നും പറയുന്നില്ല കേട്ടോ, ഒരിടത്ത് പോലും ഇല്ല പാസ്റ്റേ. വേണേ കേൾക്കുക, പക്ഷെ പറയണം എന്നുള്ള ഉത്തരവാദിത്വം. അറിയണം. റോഡിൽ വെച്ചിരിക്കുന്ന ഒരു സൈൻ ബോർഡ് നീ കാണണം. അതിനെ അവഗണിച്ചു പോയാൽ ആർക്ക് പോയി പറഞ്ഞ് ഉപദേശിക്കുമല്ലോ. ഒന്ന് മിണ്ടപ്പ
ആർക്കും നഷ്ടപ്പെടാൻ പോയാ പോയി, പേടി തീർന്നു. എന്താ പറ്റി? പുള്ളി വലിയ മൈൻഡും ചെയ്തില്ല, അതാ അടക്കം പറഞ്ഞു. 4 വീലും മേളിലോട്ട് പുള്ളി അവിടെ കിടപ്പുണ്ട്. അങ്ങനെ സംഭവിക്കും. ജീവിതം ഒരു യാത്രയാണ് സഹോദരങ്ങളെ, ജീവിതം ഒരു യാത്രയാണ്. 1.5 അടി മണ്ണിൽ തുറന്നിട്ട 6 അടി മണ്ണിലേക്കുള്ള യാത്ര, അതിനപ്പുറത്തേക്കുള്ള യാത്ര, നിത്യതയിലേക്കുള്ള യാത്ര. അമ്മയുടെ ഉദരത്തിൽ ഒരു 10 മാസം, അടുത്തൊരു 100 വർഷം ജീവിക്കാനുള്ള ഒരുക്കമായിരുന്നു. ഈ 100 വർഷത്തെ ഒരുക്കം അടുത്തൊരു നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം. ആ ഒരുക്കത്തിന് വേണ്ടി ഇവിടെ പറയുന്ന കാര്യങ്ങൾ, ദൈവവചനം പറയുന്നവർ അനുസരിക്കാതെ പോയാൽ ആർക്ക് പോയി? ഞങ്ങള് സങ്കടം പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നെ പിടിച്ചിറക്കിയൊക്കെ ഇവിടെ ഉണ്ട്. പിടിച്ചിറക്കി തന്നെ ദേഹത്തോട്ടല്ല, വേണ്ട എനിക്ക് നിങ്ങളുടെ സൂക്ഷിച്ചൊന്നും കേൾക്കണ്ട. അയ്യോ, എനിക്ക് പ്രയാസം കൊണ്ടുവരില്ല കേട്ടോ. എനിക്കിതുകൊണ്ട് പ്രയാസം. സമൻസ് കൊണ്ട് കൊടുക്കുന്ന പോലീസുകാരൻ്റെ സമൻസ് വേണ്ടെന്ന് പറഞ്ഞ പോലീസുകാരൻ്റെ വിഷമമുണ്ടോ? അല്ല, പുള്ളി വിഷമം തോന്നാറുണ്ടോ? പുള്ളി വീട്ടിൽ കൊണ്ട് കൊടുത്തിയാ, ഒരു സമൻസ് കൊണ്ട് കൊടുത്തിയാണ്. അയാൾ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. വാങ്ങിക്കണ്ട, ഇറങ്ങി പോടാന്ന് പറഞ്ഞു. പുള്ളി അതും കേട്ടോണ്ട് ഇറങ്ങി പോയിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് ഒരു വാൻ പോലീസ് വന്ന് പുള്ളി ക്ലിപ്പിന് പിടിച്ച് പൊക്കിയാലോ, മറ്റേ നേരെ നടന്നങ്ങി എന്നാ മതിയായിരുന്നു. ഇതായി പൊക്കി എടുത്തിട്ടുണ്ടെന്ന് 2 തൊഴിയും കൂടെ കൊടുത്തു. അന്നേരം മനസ്സിലാവുന്നത് ആ സമൻസ് തള്ളിക്കളഞ്ഞെന്റെ കൈ പറ്റാത്തതിന്റെ ഇപ്പൊ അവരെല്ലാം കൂടെ കൈ പറ്റിക്കൊണ്ട് പോവാം. ആ ഒരവസ്ഥ ഒന്നാമതിനേക്കാൾ ഏറ്റവും നല്ലതായി തമ്പുരാൻ ഈ സുവിശേഷം പറയുന്ന സമരസൊക്കെ അയക്കുമ്പോഴേ അങ്ങ് സ്വീകരിച്ചാൽ. ഞാൻ പറയാൻ വന്നതാണ്, ഈ പറയുന്ന പുള്ളികൾ, ഞാൻ ഭവന സന്ദർശനം കഴിഞ്ഞ് പിന്നെ ഞങ്ങളെ അടുത്തൊരു പ്രാവശ്യം ഇട്ടത് ആശുപത്രി വിസിറ്റിങ്ങിനാണ്. ആശുപത്രി വിസിറ്റ് ചെന്നപ്പോഴാണ് തിരക്കുള്ള മഹാന്മാർക്കെല്ലാം ഇഷ്ടം പോലെ സമയം കിടക്കും. കാരണം നെട്ടും ബോട്ടും ഒക്കെ കുടിഞ്ഞ കിടക്കുക. എവിടെ മറിഞ്ഞടിച്ച് വീണു, നെട്ടും ബോട്ടും ഒക്കെ പോയി കെട്ടി തൂക്കിയിട്ടിരിക്കുക ആശുപത്രിയിൽ. ഓടാനല്ല, അനങ്ങണ്ടേ, കെട്ടി കൈ കാലൊക്കെ കെട്ടി തൂക്കിയിട്ടിരിക്കുക, കട്ടയൊക്കെ ഇട്ടിട്ടിരിക്കുക. പുള്ളി കൂടുകയും വേണ്ട, ചാടിയും വേണ്ട, ഇഷ്ടംപോലെ സമയമുണ്ട്. അതുകൊണ്ട് എന്താ, പലപ്പോഴും ആശുപത്രിക്കകത്തൊക്കെ ഞങ്ങൾ പരസ്യവും നടത്തിയിട്ടുണ്ട്. കാര്യം തൊഴിക്കത്തില്ലെന്ന് ഉറപ്പാണ്. നമ്മളെ ഓടിക്കത്തില്ല, കാര്യം പുറകോട്ട് ഓടാനും പറ്റില്ല. ഞാനിത് ഇച്ചിരി തമാശയായിട്ട് പറഞ്ഞെങ്കിലും കാര്യം വാസ്തവമാണ്. കേൾക്കാൻ സമയം ഉണ്ടാക്കും ദൈവം. ദൈവത്തിന് ഇതിനൊക്കെ എത്ര സമയം വേണം സഹോദരങ്ങളെ? എത്ര സമയം വേണം ദൈവത്തിന് നമ്മളെ കേൾപ്പിക്കാൻ? അങ്ങനെ ഒരു വളഞ്ഞ വഴിയൊക്കെ നോക്കുന്നതിനേക്കാൾ നല്ലത് നേരെ കേൾക്കുമ്പോഴേ എൻ്റെ ഈശോ ഞാൻ അവരെന്ന് പറഞ്ഞ് വന്നാൽ വളരെ സന്തോഷം. അല്ലെങ്കിൽ പിന്നെ ചുരുട്ടി കൂട്ടി കമ്പരാൻ എവിടെയെങ്കിലും കൊണ്ടുവന്ന് സൂക്ഷിച്ചൊക്കെ ഇട്ട് പിന്നെ ഒടിഞ്ഞു കുത്തിയൊക്കെ വരണ്ടേ ഗതികേട്. അതിനേക്കാളൊക്കെ ഞങ്ങൾ അങ്ങനെ ഒടിഞ്ഞു കുത്തി വന്നതാണ്, അതാ പറഞ്ഞു വന്നത്. മര്യാദയ്ക്ക് സൂക്ഷിച്ചൊക്കെ കേട്ടതല്ല. പാട്ടുപാടി കളിയാക്കി പാട്ട കൊട്ടി ഓടിച്ചിട്ടുണ്ട് എൻ്റെ അപ്പൻ്റെ വീട്ടുകാർ, എൻ്റെ കൂട്ടുകാരെ. പക്ഷേ ദൈവത്തെ വിളിക്കേണ്ട അവസരം ദൈവം ജീവിതത്തിൽ ഉണ്ടാക്കി. ഞങ്ങളുടെ വീട്ടിൽ ദൈവദാസന്മാർ കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും സുവിശേഷം പറയുകയും ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് ഞങ്ങൾ കർത്താവിനെ. ഇന്നൊരു ഭാഗ്യമാണ്, ഒരു സ്വതന്ത്രം പറഞ്ഞു. ഏറ്റവും വലിയ ഭാഗ്യം എന്താ? ലണ്ടനിൽ ഒരു പൗണ്ടിന്റെ ലോട്ടറി അടിക്കുന്നൊന്നുമല്ല. ലോട്ടറി അടിച്ചാൽ 1 ലക്ഷം പൗണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്തുവാ അല്ലയോ, സങ്കല്പിക്കാൻ പോലും പറ്റിയത്. അത്രയൊക്കെ പണം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം, ഭാഗ്യവാൻ. കർത്താവ് ഒരിക്കലൊരു ധനവാനെ കുറിച്ച് പറഞ്ഞു കേട്ടില്ലേ? ഇന്ന് പൗണ്ടും പണവും സ്വർണ്ണവും ഒക്കെയാണ് പണം എന്നൊക്കെ പറഞ്ഞത്. അന്നത്തെ കാലത്ത് കൃഷിയാണ്. ആ പുള്ളിക്ക് കോടിക്കണക്കിന് രൂപയുടെ ഒരു പ്രാവശ്യത്തെ വിള ഒന്ന് കൂട്ടി. എവിടെ കൊണ്ട് വെക്കണമെന്ന് പുള്ളിക്ക് പോലും ഒരു നിശ്ചയമില്ലാതായിപ്പോയി. കാരണം ഇതെല്ലാം കണ്ടപ്പോഴേ പുള്ളി കണ്ണുകളിൽ പോയി. പുള്ളി ജോലിക്കാരെയൊക്കെ വിളിച്ചിട്ടാ ഉള്ള എല്ലാം പാണ്ഡികശാലകൾ ഇത് ഗോഡൗണൊക്കെ ഇടിച്ചു പൊളിക്കണമെന്ന് പറഞ്ഞു. അമ്മമാരുടെ ഇടിച്ച് പുതുക്കി പണിയിടാന്ന് പറഞ്ഞു. എല്ലാം പണിത്. എന്നിട്ട് ഇതെല്ലാം കൂടെ കൊടുന്ന് ഓരിക്കുട്ടി അട്ടിയോട് ഇങ്ങനെ അടുക്കിയിട്ടിട്ട് പുള്ളി അങ്ങോട്ട് പോയി നോക്കിയിട്ട് എൻ്റെ എന്തുവാ ഇത്, ഇനി ഒരു 10-50 വർഷത്തിന് കൃഷി ഉണ്ടായില്ലേലും എനിക്കൊരു കുഴപ്പമില്ല. ഇനി എനിക്കും തിന്നാം, എൻ്റെ പിള്ളേർക്കും അവരുടെ മക്കൾക്കും 3-4 തലമുറയ്ക്കുള്ള എല്ലാം ഞാനിങ്ങനെ സമ്പാദിച്ച് വെച്ചു. എന്നിട്ട് പുള്ളി സ്വയം പറഞ്ഞൊരു വാചകമുണ്ട്, തിന്നുക കുടിക്കുക. അതാണല്ലോ ഇന്നത്തെ എല്ലാ ലോകത്തിലെ ആൾക്കാർക്ക് ഇഷ്ടം. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. പോയി കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ ആരുടെ കാര്യമൊന്നുമല്ല. ലോകത്തിന്റെ ഒരു പൊതു തത്വം അതാണ്, ഫിലോസഫി ഇതാണ്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. കർത്താവ് രാത്രി പുള്ളിയുടെ പേര് പിടിച്ചില്ല. കാര്യം ഇത്രയും വിവരം ഇല്ലാത്തതിനെ പേര് പിടിക്കാൻ പുള്ളിയല്ല. ആ ചിന്തിച്ചു നോക്കി, ദൈവികമായ കാര്യത്തെക്കുറിച്ച് അവനൊരു ബോധമില്ല. അവന് ഈ 6 അടി നീളമുള്ള ശരീരത്തെ സുഖിപ്പിക്കാൻ അവൻ ചിന്തിച്ചതേ. അപ്പൊ അവന് വിവരമില്ല ദൈവത്തിനാണ്. അതുകൊണ്ട് ദൈവം അവനെ രാത്രി വിളിച്ചതല്ലേ ഫൂൾ, വിട്ടിയെ. പുള്ളി തന്നെ വിളി കേട്ടോ, എന്തോന്നു മനസ്സിലായി. ദൈവത്തെ അറിയാത്തവരെ ദൈവം വിളിക്കുന്ന പേര് അതായത് പുള്ളി എന്തായാലും വിളി കേട്ടെന്നുള്ളതാണ്. എന്നൊരു ചോദ്യം കൂടെ ചോദിച്ചു, എങ്ങനെയുണ്ട് പ്രാവശ്യത്തെ കൃഷിയൊക്കെ? അയ്യോ എൻ്റെ പൊന്നപ്പ എന്തുവെന്നറിയാവോ, പറഞ്ഞു വന്ന് തീരെയല്ല. എന്നിട്ട് കർത്താവ് ഒരു കാര്യത്തോടെ പറഞ്ഞു, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു.
ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ എടുക്കുക. നീ സമ്പാദിച്ചതെല്ലാം ആർക്കാണ്? ഒരു 6 അടി മണ്ണിലേക്ക്. ഹലോ, ചിന്തിക്കണം. മരണം നമ്മുടെ ഏറ്റവും മുമ്പിലുണ്ടാവും. ജനിക്കുമ്പോൾ തൊട്ട് പുറകെ കൂടുന്ന ഈ കക്ഷി, ജനനത്തോട് മരണം കൂടുക. പിന്നെ ഒരു ദൈവം നിശ്ചയിച്ചൊരു സമയം വരെ കയറി പിടിക്കുകയല്ല നമ്മളെ. ആ സമയം വരുമ്പോൾ ആരൊക്കെ കൂടെ എന്ന് പറഞ്ഞാലും പോവും. പോകുന്നതിന് മുൻപ് നിത്യത ഉറപ്പാക്കിയിരിക്കും. അതോ ഇത് പള്ളിച്ചിറങ്ങുന്ന പരിപാടിയൊന്നുമല്ല കേട്ടോ. ആരും ഞാൻ ദൂഷണമൊക്കെ പോയി. ഞാൻ ഞാൻ ഒരു അമ്മച്ചിയോട് ദൂഷണം പറയാൻ വേണ്ടി പോയി. അമ്മച്ചി മൂത്ത യാക്കോബക്കാരിയാണ്, ഭയങ്കര പിരിയുള്ള യാക്കോബക്കാരി. മനസ്സിലായി കാണുന്നത്. ഞാനും ആ വർഗത്തിൽ നിന്ന് വന്നത്, അതുകൊണ്ട് എനിക്കറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നോടൊരാൾ പറഞ്ഞു, അമ്മച്ചിയെ പിടിച്ചാൽ കിട്ടിയല്ല, പോയി എന്നോട് പറയാനില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കിപ്പം എന്താ വലിയ നിർബന്ധമില്ല, പക്ഷെ ഞാൻ പറയാന്ന് പറഞ്ഞു. ഞാൻ ചെന്നു, എനിക്ക് എന്തായാലും അവസരം കിട്ടിയെന്ന് സൂചന പറഞ്ഞു. അമ്മച്ചി കർത്താവിനെ സ്വീകരിച്ചു. ഞാൻ പറഞ്ഞു, അമ്മച്ചി നമ്മൾ അമ്മ ഇനി കാണത്തില്ല, നമുക്ക് അറിയത്തില്ല, പക്ഷെ നിത്യതയിൽ വെച്ച് എനിക്ക് അമ്മച്ചി കാണാൻ പറ്റണമെങ്കിൽ കർത്താവിനെ ഇവിടെ വെച്ച് സ്വീകരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി കയറിയപ്പോഴേ കേൾക്കുന്നുണ്ടല്ലോ. ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി പോകുന്നപ്പോഴേ ഒരു ദിവസം രാവിലെ ബാഗ് എടുത്തോണ്ട് ഞാൻ അങ്ങ് ലണ്ടനിൽ പോവാ. അങ്ങനെ ആരും വന്നാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണേ. എനിക്ക് കുറെ ആൾക്കാരെ കൂടെ കൊണ്ടുവരാൻ അതിനു വേണ്ടിയാ. അങ്ങനെ നമുക്ക് വരാൻ പറ്റിയതല്ലേ. പറഞ്ഞാടെ എന്താ കാരണം? അതിന് കുറെ പ്രോസസ് ഉണ്ട് അല്ലേ, അതിന് കുറെ പേപ്പേഴ്സ് ഉണ്ട്, കുറെ ഡിമാൻഡ്സ് അവർ വെക്കുന്നുണ്ട്. ഈ രാജ്യത്ത് വരണമെങ്കിൽ ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് കുറെ പ്രോസസ്സ് അനുസരിച്ച് ആ പേപ്പർ വെച്ചാലേ അവർ വിസ അടിക്കത്തുള്ളൂ. ഇതുപോലെ ഏത് രാജ്യത്ത് പോകണമെങ്കിലും, സ്വർഗരാജ്യത്ത് പോകണമെങ്കിലും, സ്വർഗരാജ്യത്ത് പോകാൻ വേണ്ടി മാത്രം ആൾക്കാർ സ്വന്തം വിസ കൊണ്ടിരിക്കുക. അതാ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്. എന്താ പറയുക, ഞാൻ പോകും, അതൊക്കെ എന്റെ വിസ ഇരിപ്പുണ്ട്, അങ്ങനെ നീ അന്നാ വിസ അടിക്കുന്നത്, ഞാൻ പോകുന്ന എനിക്കറിയാന്നേ. അങ്ങ് പിന്നെ ഹോൾസെയിൽ റേറ്റിൽ അങ്ങ് പുള്ളി പോകാൻ റെഡിയായിട്ടിരിക്കുക. എന്റെ പൊന്നു സഹോദരങ്ങളെ, മേലോട്ടുള്ള പാസ്പോർട്ട് അടിക്കേണ്ടത്, വിസ അടിക്കേണ്ടത് തമ്പുരാനാണ്. നമുക്ക് ആർക്കും അടിക്കൊന്നും പറ്റിയല്ല. നമ്മളിവിടെ കുറെ പാപ്പട കുറെ കാശ് കൊടുക്കുമ്പോൾ 2 വെപ്പിളരെ കെട്ടിച്ചു വിടുന്ന പറഞ്ഞ് കർത്താവ് അങ്ങോട്ട് കയറ്റി വിടുന്നതിന് സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? ഈ രാജ്യത്ത് വരാൻ എന്തെല്ലാം നിയമങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ ചെയ്തു, എല്ലാ റിക്വയർമെന്റും ചെയ്തു അല്ലേ. എന്താ മൂടത്തേരും ചെയ്തില്ലെന്നുള്ള ലക്ഷണത്തിരിക്കുന്നു. ചെയ്തേ പറ്റൂ. ഞാൻ പറയാറുന്നേ, ജനന സർട്ടിഫിക്കറ്റ് വേണം. ഞാൻ ചോദിച്ചു അതെന്തിനാ? ഞാനിവിടെ നിൽക്കുവല്ലേ, ജനിച്ചത്. എന്റെ പൊന്ന ഓഫീസറെ, ഞാൻ ജനിച്ചു തെളിവാ ഞാൻ. ഇനി അതിന്റെ അപ്പുറത്തിന് ഞാൻ ജനിച്ചു നാട്ടുകാരെ സർട്ടിഫൈ ചെയ്യണോ? എടാ കൊച്ചെ, നീ ഇതൊന്നും പണ്ട് കഥയില്ല. നീ 10-40 വർഷം മുമ്പ് ജനിച്ചെന്നുള്ളത് സർക്കാർ എഴുതി തരണം. നീ സർക്കാർ എഴുതി അവിടെ ചെന്നാൽ അവിടെ എഴുതി തരൂ. ഒന്നും വിട്ടപ്പ അവിടെ ചെന്ന് പറഞ്ഞാൽ എന്നായിരിക്കട്ടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അടിച്ചു തരുമോ? അയ്യോ. പിന്നെ നമ്മൾ ജനിച്ചത് ഇന്ന വീട്ടിലാണെന്നും നമ്മുടെ നാട്ടുകാരെ എല്ലാം വിളിച്ചു. എത്ര പേരെ വിളിച്ചോണ്ട് വേടാ ഞാൻ ജനിച്ച് തെളിയിച്ചെന്നറിയോ? അതാണ് എന്റെ രസം. എത്ര കാശ് കൊടുന്നറിയോ? എന്റെ ഒരു അനിയച്ചാരെ ഒരു സ്ഥലത്ത് ഒരു രാജ്യത്ത് പോകാൻ വേണ്ടി 35,000 രൂപ ചെലവാക്കിയതിന് ശേഷമാ ഇത് കിട്ടിയത്. ഇനി നമ്മൾ പറയാന്നേ, ഞാൻ ജനിച്ചതിന് തെളിവ് ഞാനാ. ഇനി അതിനു വേണ്ടി സർട്ടിഫിക്കറ്റ് കൂത്തുന്നുണ്ടാകാൻ എന്നെ കൊണ്ട് പറ്റിയല്ല. വേണം ഇയാളെ വിസ അടിച്ചാൽ മതി. അയാൾ എന്താ പറയും? അല്ല അയ്യോ, എന്നാലും നീ ലണ്ടനിൽ വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റിയ കയറ്റി വിടുവോ? അവരറിയാം, ഇവനെ പിടിച്ച് പുറത്താക്കാൻ പറയും. വട്ടാന്ന് പറയും, എന്തോ കുഴപ്പമുണ്ടോ അവനെ പിടിച്ച് പുറത്താക്കാൻ, അത്രേ പറയത്തുള്ളൂ. ആശയം മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുക്കണം. ഇനി അടുത്ത സാധനം പറയും, കല്യാണ സർട്ടിഫിക്കറ്റ്. വിവാഹം കഴിച്ചെന്നുള്ളത്. എന്റെ ഭാര്യയെ കൊണ്ട് നിർത്തി, 3 പിള്ളേരെ നിരത്തി നിർത്തി. ഇതാ കല്യാണം കഴിച്ച തെളിവ്, എന്റെ ഭാര്യ, ഇതാണ് 3 മക്കളെ നിൽക്കുന്നു, തെളിവാണ്. അത് പോരാ, സർക്കാർ പറഞ്ഞു നിങ്ങൾ കിട്ടിയ അത് ഒപ്പിട്ട് കൊടുത്താലേ പറ്റത്തുള്ളൂ. ഞാൻ പറയണ 10-40 വർഷം മുമ്പ് ജനിച്ച് ഇനി അവിടെ പോയി ഉണ്ടാക്കൊണ്ട് പറയാൻ എന്നെ കൊണ്ട് വിടത്തില്ല. 10-16 വർഷം മുമ്പ് കല്യാണം കഴിച്ച് ഇനി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ എനിക്ക് പറ്റിയല്ല. എന്നെ കൊണ്ട് കയറ്റി വിടാൻ പറ്റുമോ? കയറ്റി വിടുവോ? നമ്മളിത് കൊടുത്തില്ലേ ആർക്ക് പോയി? നമുക്ക് തന്നെ പോയല്ലേ. നമ്മുടെ പേര് അവർക്ക് എംബസി ഇരിക്കുന്നവർക്ക് പോയെന്നാണ്. ഇവരേതോ ഒത്തിരിയും പേരെ കാണുന്നതാണ്. അവരെ ഇങ്ങോട്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെടില്ലയോ, റിജക്റ്റഡ് ടീം നടക്കുന്നു. പോയതൊക്കെ നമുക്ക്. പക്ഷെ നമ്മൾ 30 വർഷം അല്ല 60 വർഷം മുമ്പ് ജനിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കും. കല്യാണ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കും. മോളിക്കാകെ ഉണ്ടാക്കും. ഇതെല്ലാം പറഞ്ഞാണ്ട് ഞങ്ങൾ ജനിച്ചു, കണ്ട എൻ്റെ കല്യാണം, കണ്ട എൻ്റെ പിള്ളേരെ അതാ നിൽക്കുന്നു പറയാം, എല്ലാം നേരത്തെ വെക്കും. എന്തിനാണെന്നറിയാമോ? 50 വർഷത്തെ UK ജീവിതത്തിന് വേണ്ടി ഓർക്കണം.
നിത്യത 50 വർഷമല്ല, 50,000 വർഷമല്ല, 1 കോടി വർഷമല്ല, ഒരിക്കലും അവസാനിക്കാത്തൊരു നിത്യത മുഴുവൻ ദൈവത്തോടൊപ്പം നിനക്ക് വസിക്കണം ദൈവം പറഞ്ഞ ഡിമാൻഡ് അത് ചെയ്യണം. അത് എന്തുവാണേലും ചെയ്യണം. അതിനൊരു എക്സ്ക്യൂസ് ഒന്നുമില്ല. എനിക്കത് ചെയ്യാൻ പറ്റിയല്ല. ആർക്ക് പോയി? ഇനി വേറെ കാര്യമുണ്ട്. ഇവിടുത്തെ രാജ്യക്കാരൻ ഇവിടെയൊക്കെ കയറ്റിവിടുന്ന ഇവിടുത്തെ പ്രമാണം ഉണ്ടെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് ദൈവം കയറ്റും. ദൈവത്തിനൊരു പ്രമാണമുണ്ട്. ആ നിയമം വിട്ടൊരു കളി ദൈവം കളിക്കുകയല്ല. നമ്മളിനി ഏത് കുടുംബക്കാരനാണെന്ന് പറഞ്ഞാലും ആരൊക്കെ നമ്മുടെ കേറോഫിന് അപ്പുറത്ത് ഇപ്പുറത്ത് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ കർത്താവ് ഇത് പോലും മൈൻഡ് ചെയ്യില്ല. ഹലോ, എന്താ കാരണം അറിയാവോ? അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാ ചെല്ലുന്നത്. ഈ കൂട്ടത്തോടായിരുന്നു നമുക്ക് മച്ചാനും ചിറ്റമ്മനെയൊക്കെ പേര് വിളിച്ചത്. ഞങ്ങളുടെ കുടുംബത്തിന് അതൊരു 16 അച്ഛന്മാരാണ് ഇപ്പുറത്ത് കുറെ കന്യാസ്ത്രീമാർ നിപ്പോണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവരുണ്ട്. ഇനിയും പിന്നെ ഫാത്തിമ മാതാവ് ഞങ്ങളുടെ ആളായിരുന്നു. അച്ഛോ വിഷമിക്കുന്നു, സ്തോത്രം. പക്ഷെ അവിടെ ഇവരാരും കൂടെ വരികയില്ല. സ്വർഗത്തിപ്പാൻ തടയുന്ന ഒരു പുള്ളിയും നമ്മുടെ കൂടെ അങ്ങോട്ട് വരികയില്ല. അതായത് രസം. ഈ സുവിശേഷം കേൾക്കേണ്ട, രക്ഷിക്കപ്പെടേണ്ട, സ്നാനപ്പെടേണ്ട, വിശുദ്ധ ജീവിതം നയിക്കണം. നീ അങ്ങനെ ജീവിച്ചാൽ മതിയോടാ, അങ്ങനെ പോകരുത് കേട്ടോ എന്നൊക്കെ പറയുന്ന പുള്ളിയോട് നിങ്ങൾ സിമ്പിളായിട്ട് ചോദിച്ചാൽ മതി. ചേട്ടാ, ഞാൻ ഈ അവർ പറയുന്നത് ഞങ്ങൾ ചെയ്യലോട്ടോ, ഞങ്ങൾ പറഞ്ഞു ചേട്ടാ, വേദപുസ്തകം പറയുന്ന കാര്യമാണ്, അത് ചെയ്യണ്ട. ഞാൻ ഇതൊന്നും ചെയ്യത്തില്ല. പാട്ടും പാടത്തില്ല, പ്രാർത്ഥിക്കത്തുമില്ല, രക്ഷിക്കപ്പെടത്തുമില്ല, സ്നാനപ്പെടുത്തുമില്ല, കുടിക്കാം, ആടണോ ആടാം, എന്ത് വേണേലും ഞാൻ ചെയ്യാം, എല്ലാം ഞാൻ ചെയ്യാം, ചേട്ടൻ പറയുന്ന പോലെ ചെയ്യാം. പക്ഷെ ഞാൻ ചാമ്പും കൂടെ വരണം, ഇല്ലെങ്കിൽ തന്നെ ഞാൻ കൊണ്ടുപോകും. കാരണം മേടിച്ചെല്ലുമ്പോൾ എൻ്റെ കാര്യം പറയാൻ റെക്കമെൻഡ് ചെയ്യേണ്ടതാണ്. ഇയാൾ കാരണമാണ് ഞാൻ ഇതൊക്കെ ചെയ്തേ. താൻ എന്നെ അവിടെ സ്വർഗത്തിൽ കയറണം. വരുവോടോ എന്ന് ചോദിക്കണം. വരുവോടെ പറഞ്ഞാട്ടെ, ആരെങ്കിലും വരുവോ? വരികയില്ല. ഭാര്യ വരുവോ? ഭർത്താവ് വരുവോ? ആരും വരികയില്ല. മരണത്തിൽ നമ്മൾ ഒറ്റയ്ക്കാ. നമ്മളൊറ്റയ്ക്ക് പോവും. ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴും ഒറ്റയ്ക്കാ. ഇതൊക്കെ നമ്മൾ ഓർത്തിട്ട് വേണം ഇവിടെ ജീവിക്കാൻ. പക്ഷെ ഇതിന് മുൻപ് ഇവിടുന്ന് പോകുന്നത് എപ്പോഴാണ് നമുക്കറിയത്തില്ല. പ്രായ വ്യത്യാസം വല്ലതും ഉണ്ടോ? മരണത്തിന് മാത്രം 10-15 വയസ്സായതേ ഉള്ളൂ, അല്ലെ 10-20 വയസ്സ്. കല്യാണം കഴിച്ചിട്ട് 1 വർഷം ആയതേ ഉള്ളൂ. ഇപ്പം കൊണ്ടുവന്ന എങ്ങനെ പുള്ളിക്ക് അങ്ങനെയുള്ള ബോധവും പൊക്കണമെന്നില്ല. പ്രായം കൂടുതൽ, കുഞ്ഞ്, തള്ള, അപ്പൻ, അമ്മ, ഇപ്പോൾ കൊണ്ടുപോകണം തോന്നിയോ അപ്പോഴേ കൊണ്ടുപോയി. ഭൂമി കിടന്നൊരു കരയാനേ നമുക്ക് വരത്തുള്ളൂ. കൊണ്ടുപോകുന്നതിനെ പിടിച്ചുകൊണ്ടുവരാൻ പറ്റിയില്ല. പക്ഷെ ഇത് നമ്മൾ ഓർക്കുന്നത് എന്തിനാണെന്നറിയാം. എന്തിനാ ഞാൻ ഇത് പറയുന്നറിയാമോ? എപ്പോ പോകാനും റെഡിയായിരിക്കും. നമ്മുടെ നിത്യത ഒരിക്കലും അവഗണിക്കണം. സുവിശേഷം കേട്ടിറങ്ങാൻ ഇന്ന് കർത്താവിനെ അഭിമാനത്തോടെ പ്രസംഗിക്കുന്നതിന് കാരണം അതാണ്. ഹലോ, ഇഷ്ടംപോലെ ആൾക്കാരെ ആക്ഷേപിക്കാൻ കളിയാക്കിയിട്ടുണ്ട്. ഒരു നാണവും ഇല്ല. ഞങ്ങളൊക്കെ ഈ ഉദ്ദേശി പണിക്ക് ഇറങ്ങി ഞങ്ങളെ ഒരു ഫിലിപ്പ് സാറുണ്ട്, PS ഫിലിപ്പ് കേട്ടിട്ടുണ്ടല്ലേ? ഞങ്ങളുടെ പ്രിൻസിപ്പളായിരുന്നു പുള്ളിക്കാരൻ. ഞങ്ങളെ പാസ്റ്റർ തിയോളജിയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി സുവിശേഷന്മാർക്ക് ആദ്യം ഉണ്ടാകേണ്ട ഒരു ഗുണം എന്ന് പറഞ്ഞാൽ കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടി. എത്ര കേട്ട ആരും ഇറിക്കുകയില്ല. പിന്നെ ഒരു കാര്യം ഞങ്ങൾക്ക് അറിയാം, സുവിശേഷ പ്രകാരം ദൈവൻ ലോകത്തെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് കേട്ടിട്ടില്ല, കണ്ടില്ലെന്ന് ആർക്കും പറയാൻ പറ്റും. ബാസിൽ വന്ന ദൈവജനം കേട്ട ആരും കർത്താവിന് കൃപയൊന്നും പോകരുത് കേട്ടോ. ഇവിടുന്ന് നാട്ടിലേക്ക് പോകാം, ഇവിടുന്ന് ഓസ്ട്രേലിയക്ക് പോകാം, ഇവിടുന്ന് അമേരിക്കയ്ക്ക് പോകാം, എവിടെയെങ്കിലും നിങ്ങൾ പൊക്കോ. പക്ഷെ പോകുന്നതിന് മുമ്പ് പരസ്പരം പറഞ്ഞു, ഇവിടെ വെച്ച് കാണാൻ പറ്റിയില്ലെങ്കിൽ പറഞ്ഞാട്ടെ, കാണാം എന്ന് പറയുന്ന പ്രത്യാശയോടെ തന്നെ ഇവിടെ ജീവിക്കണം കേട്ടോ. മനുഷ്യന്റെ ശ്വാസം എപ്പോഴാണ് പോകുന്നത് നമുക്കറിയില്ല. നമ്മൾ ആ കാര്യത്തിൽ വളരെ ഗൗരവമുള്ളവരായിരുന്നു. ഞാൻ തിരിച്ചു വരാം. ഞാൻ പറഞ്ഞു വന്നത് സുവിശേഷം കേൾക്കാൻ ഞങ്ങൾക്ക് അങ്ങനെ അവസരം ഉണ്ടായി കർത്താവിനെ അറിയുവാനും സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. കർത്താവ് എൻ്റെ ദൈവം പഠിക്കുവാനും പ്രവർത്തിക്കാനൊക്കെ ഇടയായി. ഞാൻ പ്രധാനമായി ചെയ്തൊരു പഠിപ്പിക്കൽ അധ്യാപകൻ എന്നുള്ള നിലയിൽ ബൈബിൾ കോളേജുകളിൽ പഠിപ്പിക്കുകയായിരുന്നു. കുറേ വർഷങ്ങളായിട്ട് 10-13 വർഷങ്ങളായിട്ട് ഞാൻ ഒരു ഫീൽഡിലായിരുന്നു. പിന്നെ കവല പ്രസംഗവും ഇച്ചിരി സംവാദവും. ഹലോ, മനസ്സിലാക്കണമല്ലേ? മുസ്ലിങ്ങളുമായിട്ടൊക്കെ ചില ഗുസ്തിയൊക്കെ പിടിച്ചിങ്ങനെ കഴിയുകയാണ് നമ്മൾ. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പം തൽക്കാലത്ത് കിടക്കുന്നില്ല. ഞാൻ ആ ഭാഗം വിടുകയാണ്. പേടിച്ചോണ്ടൊന്നും നല്ല സമയമില്ലാത്തതുകൊണ്ടാണ്. പേടിയൊന്നും നമുക്കില്ല, പേടിയൊന്നുമില്ല. ഞങ്ങളുടെ സംവാദങ്ങളും ഞങ്ങളുടെ ഇസ്ലാമിന് മറുപടികളുള്ള മീറ്റിങ്ങുകൾ എറണാകുളത്തും പെരുമ്പാവൂരൊക്കെ നടത്തേണ്ട മീറ്റിങ്ങുകളുടെയൊക്കെ വീഡിയോ നെറ്റിനകത്ത് കിടപ്പുണ്ട്, നിങ്ങൾക്ക് വേണം കാണാം. kaithiri.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിനകത്തുണ്ട്. അത് കൂടെ ജീസസ് ലവ്സ് യു YOU അല്ല, വെറും .info എന്ന് പറയുന്ന ഈ ബ്രിസ്റ്റോളിലുള്ള സവർമാരുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്ത് ഞങ്ങൾ ബ്രിസ്റ്റോളിൽ നടത്തിയൊരു മീറ്റിങ്ങിൻ്റെ വീഡിയോ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതൊക്കെ കാണാം. കണ്ടിട്ട് സ്വയം ഒരു എക്യുപ്പിംഗ് നടത്തുക. നാളെ നമ്മുടെ വിശ്വാസത്തിനെതിരായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പോയി ഉത്തരം പറഞ്ഞാൽ ഭാഗം കൂടാ.
അങ്ങനെയാണ് ഞങ്ങൾ കർത്താൻ. എനിക്ക് ഭാര്യയും 3 മക്കളുണ്ട്. ഞങ്ങൾ വർത്തിങ്ങിൽ താമസിക്കുന്നു. 1 വർഷത്തിലധികമായി ഞാൻ ഈ രാജ്യത്ത് വന്നിട്ട് പ്രിയ കർത്താൻദാസൻ ഈ സഭയിൽ ഈ ഉപവാസ പ്രവർത്തി ക്ഷണിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ നാട്ടിൽ ഇപ്പോൾ പോയേക്കുന്ന നമ്മുടെ ജേക്കബ് സുജോ അവര് പ്രാവശ്യം ഞങ്ങളുടെ നാട്ടിൽ വെച്ച് അവിടെ പപ്പയുടെ നല്ല പരിചയമാണ്. പ്രാവശ്യം വിളിച്ചതാണ്, പക്ഷേ ഇന്നാണ് വരാൻ പറ്റിയത്. അവരില്ലാത്തതിൽ ഇച്ചിരി പ്രയാസമുണ്ട്. അവരോടൊപ്പം വരണം ആഗ്രഹം ഉണ്ടായിരുന്നു, അത് സാധിച്ചില്ല. ഇപ്പോൾ നിങ്ങളോടൊപ്പം ആയിരിക്കുന്ന സന്തോഷമായിട്ട് നിങ്ങളെല്ലാവരും. ഞാനിനി വായിച്ച വാക്യത്തിലേക്ക് വരാം. എനിക്ക് വാക്യം പ്രസംഗിച്ച് തീർക്കണമെന്നുണ്ടല്ലോ. എഫേസ്യ ലേഖനമാണ്. കേൾക്കുന്നുണ്ടോ എല്ലാവരും? കണ്ണുറന്നിരിക്കണം കേട്ടോ. പ്രാർത്ഥിക്കാൻ നേരത്ത് കണ്ണ് തുറന്നിരിക്കുകയും പ്രസംഗിക്കാൻ നേരത്ത് കണ്ണ് അടച്ചിരിക്കുകയും ചെയ്യുന്നത് ചിലപ്പോൾ ഒരു കൃപയാണ്. നേരെ തിരിച്ചാണ് കേട്ടോ. അറിയാത്തില്ലെങ്കിൽ പറയാ. പ്രസംഗിക്കുമ്പോൾ കണ്ണ് തുറന്നിരിക്കണം, പ്രാർത്ഥിക്കുമ്പോൾ കണ്ണ് അടച്ചിരിക്കണം. അപ്പം നിങ്ങളെല്ലാവരും കണ്ണ് തുറന്നിരിക്കണം. കണ്ണ് തുറന്നിരിക്കാതെ ഞാൻ വിളിക്കും, എല്ലാവരും നോക്കും, ആകെ ഒരു ചമ്മലാവും. ആ പണിക്കൊന്നും പോകരുത്. എഫേസ്യ ലേഖനം വളരെ മനോഹരമായ ഒരു പുസ്തകമാണ്. എഫേസ്യ ലേഖനം എനിക്ക് തോന്നുന്നത് വിശ്വാസത്തിൽ ഞാൻ എൻ്റെ പ്രസംഗത്തിന് അത് ഏറ്റവും കൂടുതൽ ഞാൻ പ്രസംഗിച്ചുള്ള 2 പുസ്തകങ്ങൾ, ഒന്ന് എഫേസ്യ ലേഖനം, മറ്റൊന്ന് എബ്രായ ലേഖനമാണ്. രണ്ടിനും കാരണങ്ങളുണ്ട്. കാരണങ്ങൾ വിവരിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ടാണ്. എബ്രായ ലേഖനം വിവരിക്കാനുള്ള, പ്രസംഗിക്കാനുള്ള, പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ബന്ധുക്കളായവർ തന്നെ ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങൾക്ക് അച്ഛന്മാരില്ലെന്ന്. മോള് കേൾക്കപ്പാ എന്താ പറയുന്നത്? അച്ഛന്മാരില്ലേ? ഉപദേശകരെ കണ്ടില്ലേ? കണ്ടിരിക്കുന്നവർ ഇങ്ങനെ വന്നിട്ട് കണ്ടില്ലേ? സാധാരണ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. ഇതിനൊക്കെ എല്ലാത്തിനും കൂടെ തിരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് വാസന അറിയാൻ പറ്റും. ഒന്നും മിണ്ടപ്പാ, അറിയാൻ പറ്റിയല്ല. പിന്നെ ഇങ്ങനെ മുമ്പിലിരുന്നു യോഗ ലീഡ് ചെയ്തപ്പോൾ അതായിരിക്കും ഫാസ്റ്റർ എന്ന് പറയാനേ വരത്തുള്ളൂ. പിന്നെ പണ്ടത്തെ കാലത്തൊക്കെ ക്ലീൻ ഷേവും വെള്ള ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് വരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം അതും പോയി. ഏതാ മീശയൊക്കെ പഠിച്ചു കളഞ്ഞിട്ടേ ഇപ്പം മീശ വെച്ച് ഉപദേശിമാരായിട്ടുണ്ട്. മീശ വെക്കുന്നത് പാവമൊന്നുമല്ല കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് തിരിച്ചറിയാത്തൊരവസ്ഥ. ഗൾഫിലൊക്കെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. ആദ്യമാരെന്ന് പറഞ്ഞാൽ ഗൾഫിൽ മൊത്തം അച്ഛന്മാരാണോ ഈ അറബികളുടെ കൂട്ട് കണ്ടപ്പോഴും. പക്ഷെ എനിക്ക് അബദ്ധം പറ്റിയത് ഞാൻ വിചാരിച്ചെന്ന് അറിയാമോ, ഗൾഫിൽ മുഴുവൻ ഉപദേശിമാരാണോ എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഒരു സഭയിൽ ചെന്നിരുന്നാൽ ഇങ്ങനൊന്നും അല്ല കേട്ടോ. ഭൂരിപക്ഷം എണ്ണം വെള്ള ഉടുപ്പും. ഞാൻ കണ്ടിട്ടുള്ള സഭകളിൽ ഭൂരിപക്ഷ സഭകളിലും ക്ലീൻ ഷേവ്, വെള്ള ഉടുപ്പ്, ഉൾക്കൈ, കറുത്ത പാൻറ്, ബൈബിള് എല്ലാം ഇങ്ങനെ നിറഞ്ഞിരിക്കുക. ഇതിനകത്ത് ഏതിനെയും ഒന്ന് കണ്ടുപിടിക്കുക. ലാസ്റ്റ് ഫോണിലൂടെ വിളിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞോന്ന്. അപ്പൊ എനിക്ക് ഉപദേശം അറിയത്തില്ല, ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. ഞാനിങ്ങനെ പോരുന്നത് ഇപ്പുറത്ത് പാസ്റ്റാണോ? അല്ല. പാസ്റ്റാണോ? അല്ല. പാസ്റ്റ് പിന്നെ ആരാ പാസ്റ്റ്? അതാ പാസ്റ്റ്. അപ്പുറത്തിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഉപദേശമാരാണ് അവിടെ. ഹലോ, അതാണ് അവിടുത്തെ ഒരു സിസ്റ്റം. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് ഉപദേശമാര് ഞങ്ങളുടെ അച്ഛന്മാരെയൊക്കെ കണ്ടാൽ തിരിച്ചറിയല്ലേ? കണ്ടായിരുന്നില്ലേ? എന്താ കാരണം? നെടുനീളത്തിൽ കുപ്പായൊക്കെ ഉണ്ട്. അതൊരു കണ്ട ഉടനെ നമ്മൾ ഈശോ വിശേഷിക്ക് ശുദ്ധിയായിരിക്കട്ടെ നമ്മളങ്ങ് പറഞ്ഞു പോകും. അപ്പൊ അവര് ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലേ? ചോദിക്കാനും പറയാൻ ആളില്ലേ? നേതൃത്വമില്ലേ? പുരോഹിതനില്ലേ? അപ്പൊ ഞാനും ചോദിച്ചു, അതൊരു ശരിയാണല്ലോ. ഇതെല്ലാം എല്ലാം ഒരുപോലെ ഇരിക്കുകയാണ്. ആരാ വ്യത്യാസം? എന്ത് വ്യത്യാസം? ആ പുരോഹിതനെ കുറിച്ചുള്ള അന്വേഷണം പുതിയ നിയമത്തിൽ, പൗരോഹിത്യത്തെ കുറിച്ച് അന്വേഷണം. പുതിയ നിയമ വിശ്വാസികൾക്ക് പുരോഹിതനുണ്ടോ? നമുക്ക് അങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് പുരോഹിതനുണ്ടോ? ഇതാ എനിക്ക് അറിയേണ്ടത്. ആ അന്വേഷണത്തിന്റെ ഒടുവിൽ ഞാൻ ചെന്ന് വീണത് എബ്രായ ലേഖനത്തിനകത്ത്. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം ഒന്ന് വായിക്കണം. എബ്രായ ലേഖനം വായിക്കുമ്പോഴാണ് ഇവർക്കാർക്കും ഇല്ലാത്ത ഒരു പുരോഹിതൻ എനിക്കുണ്ടെന്നുള്ള കാര്യം മനസ്സിലാവും. വേദപുസ്തകം പറയുന്നത് നിങ്ങൾ എബ്രായ ലേഖനം വായിക്കണം കേട്ടോ. നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാപുരോഹിതൻ. എബ്രായ ഭാഷയിൽ പറഞ്ഞാൽ ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ അങ്ങനെ വാക്യം, ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു നമുക്കുണ്ടെന്നാ പറയുന്നത്. അപ്പം സ്തോത്രം. പഴയ നിയമത്തിലെ ആചാര്യന്മാര്, അഹരോന്യ പൗരോഹിത്യത്തിന്റെ പിന്തുടർച്ചക്കാരായ ആചാര്യന്മാര് വസ്ത്രമൊക്കെ ധരിച്ചിങ്ങനെ ഇറങ്ങി നിൽക്കുന്ന പുരോഹിതനെ കണ്ടാൽ നമ്മളൊന്ന് നോക്കിപ്പോകും. പഴയ നിയമ മഹാപുരോഹിതന്റെ മുഴു വസ്ത്രവും ഇട്ട് പുള്ളി പുറത്തിറങ്ങി കഴിഞ്ഞാൽ കള്ളന്മാരനെ അടിച്ചിട്ട് പോകും പുള്ളിയെ. കാരണം പുള്ളിയുടെ വസ്ത്രത്തിന് അത്രയ്ക്ക് വില വരും. 6 ലക്ഷം രൂപ 10 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞെന്നാ പറയുന്നത്. പുള്ളിയുടെ വസ്ത്രത്തിന് നീലനൂല്, പിരിച്ച് പഞ്ഞിനൂല്, സ്വർണ്ണനൂല് ഇവകൊണ്ട് ചിത്രത്തയിലായിട്ട് ഉണ്ടാക്കിയ സാധനമാണ്. അത് ഇട്ടുകൊണ്ട് പുള്ളിയെ നിന്നാൽ പുള്ളി അടിച്ചിട്ട് പോകും. അത്രയ്ക്ക് വില കൂടിയാണ്. ഹലോ, പക്ഷെ എന്റെ കർത്താവ് അതിനേക്കാളൊക്കെ ശ്രേഷ്ഠനാണ് കേട്ടോ. അത്ര വലിയൊരു പുരോഹിതനെ കണ്ടെത്തിയത് എബ്രായ ലേഖനത്തിൽ. അതുകൊണ്ട് ബൈബിൾ വായിക്കാറുണ്ടോ? അതറിയാൻ വേണ്ടി ചോദിക്കാം. വായിക്കാറുണ്ടോ? ബൈബിൾ വായിക്കണം. ബൈബിൾ വായിക്കാൻ എന്തിനു വേണ്ടിയാണ്? ഇന്ന് പോകുന്ന കാര്യം ശരിയാവോ?
അതൊന്ന് അറിയാൻ വേണ്ടി വായിക്കും. അതിനെന്ത് ചെയ്യാണ്? പതുക്കെ ഇങ്ങനെ വെച്ചിട്ട് കിടിങ് അന്നിട്ടിങ്ങനെ നോക്കി, ശരിയായില്ല. ഇങ്ങനെ നമ്മുടെ കടിയാലെടുത്ത് പോയി കാര്യം സാധിക്കുന്നതിന് വേണ്ടി ഉള്ള അല്ല കിതാബ് കേട്ടോ. പുസ്തകം വായിച്ച് ദൈവവചനം ധ്യാനിച്ച് അകത്ത് സംഗ്രഹിക്കാൻ വേണ്ടിയുള്ള. അതുകൊണ്ട് വായിച്ചോണം കേട്ടോ. തൊട്ടും മുത്താനും തൊട്ടും നക്കാനും ഉള്ളൊന്നും അല്ല. നിങ്ങൾ ചിരിക്കണ്ട, ഞങ്ങളൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അവൻ പുണ്യാളന്മാരെയൊക്കെ പോയി കണ്ട് തൊട്ടും മുത്തി ഇടയ്ക്ക് ഒരു തൊട്ട് നാക്കി വയ്ക്കാൻ ചെയ്തിട്ടൊക്കെയാണ്. അതൊക്കെ നമ്മൾ നിർത്തിയിട്ട കർത്താവിനെ അറിയുക. ഒരു കാര്യമാണ്, ഇവരെക്കാളൊക്കെ എത്രയോ നല്ല എന്റെ കർത്താവ് അറിയാം. എബ്രാഹിം പറഞ്ഞാൽ അക്കവിട്ട് നിരത്തി വെച്ചിരിക്കുന്ന 100 ദൈവങ്ങൾ അല്ലെങ്കിൽ 100 വിശുദ്ധന്മാർ, ഇവരെക്കാൾ എത്രയോ ശ്രേഷ്ഠൻ എന്റെ കർത്താവെന്ന് അറിയാമോ? പറഞ്ഞാലും പ്രസംഗിച്ചാലും ഒന്നും തീരില്ല പ്രിയമുള്ളവരെ. സ്തോത്രം. എത്ര പ്രസംഗിച്ചാലും അവനെ പ്രസംഗിച്ച കൊതി തീരെയല്ല എന്നുള്ളതാണ് കാര്യം. അത്രയ്ക്ക് ശ്രേഷ്ഠനായ ഒരാളാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. തിരിച്ചു വരാം. എവിടെ ഞാൻ പോയത്? അവൻ തിരുവചനം വായിക്കണം, വേദപുസ്തകം വായിക്കണം. വേദപുസ്തകമാണ് നമ്മുടെ മനുഷ്യൻ എന്ന മഹായന്ത്രത്തിന്റെ മാനുവൽ. ഹലോ, പറഞ്ഞത് എല്ലാ യന്ത്രത്തിനും അതിന്റെ ഒരു മാനുവലുണ്ട്. നിങ്ങൾ വായിക്കുമ്പോൾ കറണ്ട് പോലെ തരും അതെങ്ങനെയാ പ്രവർത്തിപ്പിക്കേണ്ടത്. ലോകത്തിലെ ഏറ്റവും സങ്കീർണം യന്ത്രം എന്നറിയാമോ? നമ്മളാ. എന്താ ഒരു മിണ്ടാഞ്ഞ്? നമ്മുടെ യന്ത്രമാണോന്നോ? നമ്മളാണ് യന്ത്രം, ജീവനുള്ള യന്ത്രം. മനുഷ്യൻ നിർമ്മിച്ച ഏത് സൂപ്പർ യന്ത്രവും നമുക്കൊപ്പം ഇതുവരെയും വന്നിട്ടില്ല, വരുത്തില്ല. ഈ യന്ത്രം എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ആരോടാ ചോദിക്കുക? അതിന്റെ മേക്കറോട് ചോദിക്കുക, ക്രിയേറ്ററോട് ചോദിക്കുക. യന്ത്രം എന്താ പറയുന്നത്, നിസാന്റെ വണ്ടിയുടെ മാനുവൽ ഉണ്ടാക്കുന്നത് ടൊയോട്ടക്കാരനാണോ? പിന്നെ അവർ തന്നെ ഇടുന്നില്ല. അപ്പൊ അവരോട് ചോദിക്കാൻ പറ്റുമോ? ഞങ്ങളുടെ വണ്ടിയുടെ ഒരു മാനുവൽ. നിങ്ങളുടെ വണ്ടി എന്റെ വണ്ടി അല്ലല്ലോ, നിങ്ങളൊരെണ്ണം താനേ അത് വാങ്ങിച്ചുകൊണ്ട് വന്ന പടത ഇത് കട്ടപ്പുറത്തിരിക്കും. അതിന്റെ യന്ത്രം തന്നെ വേണം. മനസ്സിലായിക്കണമല്ലോ. മനുഷ്യൻ എന്ന മഹായന്ത്രത്തിന്റെ മാനുവൽ അത് എങ്ങനെ നടക്കണം എന്നുള്ളത് അതിനെ സൃഷ്ടിച്ചവരോട് ചോദിക്കണം. അല്ലാതെ കല്ലിനോടും മരത്തോടൊന്നും പോയി ചോദിക്കരുത്. വിവരമില്ലാത്ത മതനേതാക്കളോട് ചോദിക്കരുത്. ഉടയവനോട് ചോദിക്കണം, സൃഷ്ടാവിനോട് ചോദിക്കണം, എന്റെ മണ്ണിൽ നിന്ന് പടച്ചവനോട് ചോദിക്കണം. അതിനൊരു വേദത്തിൽ കിടപ്പുണ്ട്, വായിച്ചു നോക്കണം. അതിനോടൊപ്പം എങ്ങനെ ജീവിക്കണമെന്ന്, എങ്ങനെ ജീവിക്കാൻ പാടില്ലെന്ന്, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ കുഴപ്പം എന്താവുന്നു. ആൾക്കാർ എനിക്കിപ്പോ ഒരു കുഴപ്പമില്ലല്ലോ. ഇപ്പൊ ഒരു കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി കഴിയുമ്പോഴാണ് കുഴപ്പം വരാൻ പോകുന്നത്. കുഴപ്പം വന്നാൽ പിന്നെ നിനക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റില്ല. ആ കുഴപ്പം വരാതിരിക്കണം ഈ വചനം വായിക്കണമെന്ന്. ഇത് വായിക്കണം കേട്ടോ, ഇത് വായിക്കണം. വചനം ഇങ്ങനെ 119 സങ്കീർത്തനം 105 വാക്യം പറഞ്ഞാണ്. ആരാ പറഞ്ഞത്? ബാക്കി ആർക്കും അറിയത്തില്ലല്ലോ അല്ലേ? അറിയാത്തവരല്ല അടുത്ത ആഴ്ച എംബോസ് എഴുതിക്കൊണ്ട് വരണം. മിക്കവാറും ആൾക്കാർ വായിക്കുന്ന സങ്കീർത്തനങ്ങളും കൂടെ ഓർന്ന് വായിച്ചിട്ട് യഹോവന്റെ ഇടനാന്നു എനിക്ക് മുഴുവൻ. ഇങ്ങനെ സങ്കീർത്തനം വായിച്ചാൽ പോലെ കേട്ടോ, വേദപുസ്തകം മുഴുവൻ വായിക്കണം. വിശേഷാൽ പുതിയ നിയമം നന്നായി വായിച്ചു പഠിക്കും. സ്തോത്രം. നിന്റെ വചനം എന്റെ കാലിന് ദീപവും പാതിക്ക് പ്രകാശവും. നോക്കിയാട്ടെ, വചനം പാതിക്ക് പ്രകാശമാണ്. ഒരു ബൈബിളും പിടിച്ചോണ്ട് റോഡിൽ കൂടെ പോകാൻ പറ്റുമോ? വെട്ടം കിട്ടുമെന്ന് പറഞ്ഞേ ആണോ? ഒന്നാമത് കറുത്ത വൈറ്റാ, ഉള്ള വെട്ടം കൂടെ പോത്തി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അക്ഷരീയമായ ഭൂമിയിലെ പാതയ്ക്കുള്ള വെളിച്ചമല്ലിത്, നിത്യത്തിലേക്കുള്ള ആത്മാവിന്റെ വെളിച്ചമാണ്. അതുകൊണ്ട് ഇത് വായിക്കണം, അതുകൊണ്ട് ഇത് പ്രസംഗിക്കണം, അതുകൊണ്ട് ഇത് കേൾക്കണം, അതുകൊണ്ട് ഇത് അനുസരിക്കണം. എന്തിനാ വേദോസം നമുക്ക് നൽകിയിരിക്കുന്ന അറിയാമോ? പറഞ്ഞവിടെ നമ്മളൊക്കെ പണ്ട് ചെയ്തിരുന്ന ഒത്തിരി രസകരമായ കാര്യമുണ്ട്. അതൊന്നും ഇപ്പൊ പറയാൻ പറ്റിയതാ. അവൻ പേടി പോയിരിക്കണെങ്കിൽ തലയണ വെച്ചാൽ തലയണക്കിരി വെച്ചാണെന്ന് പറയുന്നത്. പോയി കൊച്ചി രാത്രി ഞെട്ടായിരിക്കാൻ വേണ്ടി ഇത് കാണുമ്പോഴത്തേന് ബൈബിളാന്ന് ഇരിക്കുന്നത് മാറി ഇതേക്കാന്ന് പറഞ്ഞ് കൊച്ചിനെ ഞെട്ടിക്കാതിരിക്കാൻ ബൈബിള്. കൊച്ചിന് പനി വന്നു കഴിയുമ്പോൾ പനി മാറാൻ വേണ്ടി 91 സങ്കീർത്തനം. ഇങ്ങനെയുള്ള ബാധ ഒഴിപ്പിക്കൽ സാധനം അല്ലിത്. ഇത് ദൈവത്തിന്റെ വചനമാണ്. ഇത് വായിക്കാനും പഠിക്കാനും അനുഷ്ഠിക്കാനും. 119 സങ്കീർത്തനം 2-ാം വാക്യത്തിൽ പറഞ്ഞ നീ അവയെ കൃത്യമായി ആചരിക്കേണ്ടതിനെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. ഇതിനു വേണ്ടിയാ? അനുഷ്ഠിക്കുവാൻ, അനുസരിപ്പാൻ. ദൈവവചനം അനുസരിപ്പാനുള്ളതാ. ദൈവവചനം കാണാനും മുത്താനുള്ളതല്ല. അത് പണ്ടില്ല മാർട്ടിൻ ലൂതർ അങ്ങോട്ട് പറഞ്ഞില്ല, വചനം പൂജിക്കാനുള്ള പൂജാവസ്തു അല്ല, ഉപയോഗിക്കാനുള്ള വാളാണ് ദൈവത്തിന്റെ വചനം. അല്ലേ? ആത്മാവിന്റെ വാളെന്ന വചനത്തെ കുറിച്ച് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വന്നത് തിരിച്ചു വരാം. എഫേസ്യ ലേഖനം അതുപോലെ എനിക്ക് ഇഷ്ടമുള്ള ഒരു പുസ്തകമാണ്. വായിച്ചാലും പ്രസംഗിച്ചാലും തീരാത്ത ഒരു പുസ്തകമാണ്. ഞാൻ അതിന്റെ എല്ലാ വശങ്ങളിലും കിടക്കുന്നില്ല. വളരെ മനോഹരമാണ്. നിങ്ങൾ പറ്റുമെങ്കിൽ എപ്പോഴെങ്കിലും എഫേസ്യ ലേഖനം മെനക്കെട്ടൊന്ന് പഠിക്കണം. ഒന്നും കൂടി കേട്ടോ. അതിനകത്ത് ഒരു വാക്യമാണ് നമ്മളിവിടെ വായിച്ചത്. അത് നിമിത്തം 14-ാം വാക്യം. അതിന്റെ അവസാന വാക്ക് വായിച്ച് 14-ാം വാക്യത്തിന്റെ മുട്ടുകുത്തുന്നു.
ആമേൻ. 19-ാം വാക്യത്തിന്റെ അവസാന വാക്ക് പ്രാർത്ഥിക്കുന്നു. അപ്പൊ സിമ്പിളായിട്ട് മനസ്സിലായി എന്തിനാ മുട്ടുകുത്തിയെന്ന്, പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ഹലോ, ബാക്കി ഞാൻ പറയാം. അതിനുശേഷം അവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത വാക്യം. എന്നാൽ ഞാൻ ചോദിച്ചു, പക്ഷെ നമ്മളെ സംബന്ധിച്ചുള്ള ഇഷ്ടം എന്താണ്? ആ വാക്യം ഭയങ്കര ഇഷ്ടമാ. മേളത്ത് നമ്മളങ്ങ് മറക്കും. ഏതാ? മുട്ടുകുത്തലും മറക്കും, പ്രാർത്ഥനയും മടക്കും. പിന്നെ നമുക്ക് ഇഷ്ടം എന്നെ സന്തോഷിപ്പിച്ചൊരു വാക്യം വായിച്ചിരുന്നോളാം. അതെന്താണ്? ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തപരമായി നമ്മൾ ചെയ്യുവാൻ കർത്താവെ, ഞാൻ ചോദിച്ചതിനേക്കാൾ അധികമായിട്ട് എനിക്ക് തരണേ കർത്താവെ. ഹലോ, 1 വർഷം നിൽക്കാൻ വന്നതാ, PR കഴിഞ്ഞ് എനിക്ക്. ഓയ്, അത് കിട്ടുമ്പോൾ എന്തോ ഒരു സന്തോഷം അറിയാമോ? അതിനുള്ള വാക്യം അല്ല ഇത് കേട്ടോ. ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അങ്ങനെയുള്ള വാക്യമൊന്നും അല്ല. ചോദിക്കുന്നതിനേക്കാളും കർത്താവ് തരുമൊക്കെ ചെയ്യും, പക്ഷെ ചുമ്മാ ഇരുന്ന് തരുമെന്നൊന്നും ആരും പ്രതീക്ഷിക്കാം. അതിന് മേലുള്ള വാക്യങ്ങളാണ് പറഞ്ഞു, ഞാനത് അങ്ങോട്ട് വ്യാഖ്യാനിക്കാം. പക്ഷെ അതിന് മുമ്പ് വാക്യം തുടങ്ങുന്ന ഇങ്ങനെയാണ്. ഒന്ന് വായിച്ചു നോക്കിയേ. അത് അപ്പൊ ഒരു ചോദ്യം വരുന്നുണ്ട്. അതറിയണം എവിടെ പോകണം? അതിന്റെ മേളത്തെ വാക്യത്തിൽ പോകണം. 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചു നോക്കി. ഓ, അവിടെ കൂടി നിർത്തുന്നില്ലല്ലേ? അപ്പൊ അതൊരു പ്രശ്നമല്ലേ. 2-ന്റെ 10-ാം വാക്യം വായിച്ചു നോക്കി. 2-ന്റെ 10, 11-ാം. അത് സെയിം വേർഡാണല്ലോ. അതുകൊണ്ട് ആരുടെ കയ്യിലില്ലെന്ന് തോന്നുന്നു. ആയാൽ ശരിയല്ലേ? ഇംഗ്ലീഷ് therefore സെയിം വേർഡ്. 1-ന്റെ 14, 1-ന്റെ 14, 15. സോറി, 1-ന്റെ 15. അത് നിമിത്തം. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ വാക്യം ശരിക്കും വ്യാഖ്യാനിച്ച് പറഞ്ഞെങ്കിൽ അവിടെ നിന്ന് തുടങ്ങണം. അപ്പം FSL മൊത്തം പഠിപ്പിക്കേണ്ടി വരും. അപ്പൊ തൽക്കാലത്തേക്ക് ഇടയ്ക്കുള്ള എല്ലാ അത് നിമിത്തങ്ങളും നമ്മൾ തൽക്കാലം കളഞ്ഞു. 3-ന്റെ 14-ാം വാക്യത്തിൽ അത് നിമിത്തത്തിലേക്ക് വന്നിട്ട് അത് നിമിത്തം കൂടെ നമുക്ക് തൽക്കാലം കളഞ്ഞേക്കാം. പുള്ളി ഉദ്ദേശിച്ച് ഇത്രേ ഉള്ളൂ. എന്നെ ശ്രദ്ധിച്ചോട്ടെ, ഞാൻ ഇങ്ങനെ സിമ്പിളായിട്ട് പറയാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ദൈവം നൽകിയ ആത്മീയ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള വിവരണമാണ്. എന്താ ആത്മീയ അനുഗ്രഹങ്ങൾ? ആത്മീയ അനുഗ്രഹങ്ങൾ ലഭിച്ച വ്യക്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് 1-ാം അധ്യായത്തിന്റെ 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. കേട്ടായിരുന്നോ? കേട്ടു. 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പഴയ മനുഷ്യന്റെ അവസ്ഥയും പുതിയ മനുഷ്യന്റെ അവസ്ഥയാണ്. കേട്ടല്ലോ? 2-ാം അധ്യായത്തിന്റെ ബാക്കി ഇങ്ങനെ വേണം പറയാം. ഒരു കെട്ടിടം പണിയുന്നതിന്റെ മെറ്റീരിയൽസ് ആണ് 2-ാം അധ്യായത്തിന് 1 മുതൽ 3 വരെയുള്ള വാക്യം. അതാണ് 2-ാം അധ്യായത്തിന് 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ആ കെട്ടിടം എങ്ങനെ പൂർത്തീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്, എങ്ങനെ പണിയപ്പെടുന്നു എന്നുള്ളതാണ്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ സഭ എന്ന് പറഞ്ഞ ഒരു വലിയ മർമ്മമായിരുന്നു എന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. മർമ്മം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. സീക്രട്ട്. ദൈവത്തിന്റെ മനസ്സിൽ മറഞ്ഞു കിടന്ന, ആരോടും പറയാതെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു രഹസ്യമായിരുന്നു. പഴയ നിയമ പ്രവാചകന്മാർക്കൊന്നും അത് വെളിപ്പെട്ടില്ല. പുതിയ നിയമ വിശുദ്ധന്മാർക്ക് അത് വെളിപ്പെട്ടു. ഇതെല്ലാം 3-ാം അധ്യായത്തിൽ കിടപ്പുണ്ടോ, ഞാൻ എടുക്കുക പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കണ്ടിട്ട് പൗലോസ് പറയാണ്, അതുകൊണ്ട് ഈ വലിയ കുടുംബത്തിന്റെ കാരണക്കാരനായ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ തൊട്ടുകുത്തുക എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയാണ്, പ്രാർത്ഥന. ഞാൻ ഇനിയും ബേക്കുകളെല്ലാം വിട്ടിട്ട് ഇതിനെ മാത്രം വ്യാഖ്യാനിക്കാൻ വേണ്ടി പോവുകയാണ്. സ്തോത്രം. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകൊടുക്കും. പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞല്ലോ വാക്യം. അപ്പൊ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ്. ഒന്ന് ശ്രദ്ധിച്ചാടെ, പ്രാർത്ഥനയുടെ പൊസിഷനാണ് ആ പറഞ്ഞത്. ഹലോ, കത്തോലിക്കയിലും യാക്കോബായാലും ഒക്കെ ആയ സമയത്താണെങ്കിലുണ്ടല്ലോ, അവർക്കൊരു ഭക്തിയൊക്കെ ഉണ്ടല്ലേ. ആരൊന്നും കൂടിയില്ല. സത്യമാ, ശരിക്കും വിശ്വാസികളെക്കാൾ ഭക്തി അവർക്കുണ്ട്. ഒന്നുമല്ല, പള്ളിക്കകത്ത് കയറുമ്പോഴെങ്കിലും മുട്ടുകുത്തുന്ന മാത്രമല്ല, ഭക്തിയോടല്ല നിൽക്കത്തുള്ളൂ. അതിനകത്ത് പരിപാടി ഒന്നും. പക്ഷെ വിശ്വാസിയായി കഴിഞ്ഞാൽ ദൈവസഭയ്ക്കകത്ത് വേണമെങ്കിൽ കൈമടക്കിക്കൊണ്ടിരിക്കും. അതെന്താ കൃപ എനിക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല. മനസ്സിലായില്ലായിരിക്കും അല്ലേ? പിന്നെ പറഞ്ഞു തരാം. ഇപ്പൊ തൽക്കാലത്തിന് അത്ര മനസ്സിലാക്കിയാൽ മതി. സ്തോത്രം. നോക്കിയേ, മുട്ടുമടക്കി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് എന്താ അതിന്റെ അർത്ഥം? മുട്ടുമടക്കുക എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഒരു സബ്മിഷനാണ് അല്ലെ? ഒരു വ്യക്തിയുടെ മുമ്പിൽ നമ്മള് താണു കൊടുക്കുന്ന ഒരു അനുഭവമാണ്. നമ്മൾ അങ്ങനെയൊക്കെ പറയും, ഞാൻ ഒരുത്തന്റെ മുമ്പിൽ മുട്ടൊന്നും മടക്കിയിട്ടില്ല. അപ്പൊ നമ്മൾ മുട്ടുമടക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ മുമ്പിൽ താണു കൊടുക്കുക എന്നർത്ഥം. പ്രാർത്ഥനയുടെ പൊസിഷൻ പൗലോസ് പറയാണ്, ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവസ്ഥാനത്തിൽ മുട്ടുമടക്കുകയാണ്. സഹോദരങ്ങളെ, അക്ഷരീയമായിട്ട് പലപ്പോഴും നമ്മൾ മുട്ടുമടക്കാറില്ല. മടക്കാറുണ്ടോ? ഒന്നും മിണ്ട ഇല്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇരിപ്പ് കണ്ടാൽ തന്നെ തമ്പുരാന് ഭയങ്കര സന്തോഷം തോന്നും.
കാരണം ഒരെണ്ണം അങ്ങോട്ട്, ഒരെണ്ണം ഇങ്ങോട്ട്, ഒരെണ്ണം അങ്ങോട്ട്, ഒരെണ്ണം ഇങ്ങോട്ട്. ഹലോ, ആ ഞങ്ങളെ പോലെ ഒരെണ്ണം കസേരയില്, ഒരെണ്ണം താഴെ, മതിലും ചാരി കുറഞ്ഞു കുറ്റമൊന്നും പറഞ്ഞില്ല, പറഞ്ഞത് മുട്ട് മടക്കിയിരിക്കുന്നത്, മുട്ട് നൂത്തിട്ട് എല്ലാ തരത്തിലും ഇതിനകത്തുണ്ട്. ഞാൻ അതിൻ്റെ കുറ്റമൊന്നും പറഞ്ഞല്ല, നമ്മുടെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യം, അതൊന്നും ഒരു വിഷയമല്ല, അതിന് ഗൗരവമില്ല. പക്ഷെ ഞാൻ ഗൗരവം എന്താ പറയാം, അതിന്റെ സീരിയസ് വശത്തേക്ക് പറയാം. നിങ്ങൾ എങ്ങനെ വേണേലും ഇപ്പൊ ഇങ്ങനെ ഇരുന്നോ, കാല് നൂത്തിട്ടോ മുട്ട് മടക്കി എങ്ങനെ പാട്ട പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന്റെ അവസ്ഥയ്ക്ക് നിങ്ങൾ ഇരിക്കുക. പക്ഷെ നമ്മുടെ അകത്തെ മനുഷ്യൻ ഒരു മുട്ടുമടക്കൽ നടക്കണം. പ്രാർത്ഥന എന്ന് പറയുന്നത് ദിവ്യമായ ഒരു അനുഭവമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു രാജാവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മൾ എങ്ങനെ ഇരിക്കുക, പുള്ളിയെടുത്ത് പെരുമാറുക, മുട്ടുമടക്കണ്ട, അങ്ങനൊന്നും വേണമെന്നില്ല. പക്ഷെ നമ്മൾ ആ പുള്ളി ഇരിക്കുന്ന സീറ്റ് ഇരിക്കുമോ? ഇല്ല. നമുക്കൊരു സീറ്റ് ഉണ്ടാവാം, നമ്മൾ അവിടെ ഇരിക്കുക, അവിടെ നമ്മൾ കാലിന്റെ മേൽ കാലൊക്കെ വെച്ച് നമ്മൾ ഇരിക്കാറില്ല. നമുക്ക് റെസ്പെക്ട് ഉണ്ടാവും അല്ലേ? ഒരു ജഡ്ജിയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ മിണ്ടപ്പ, വ്യത്യാസങ്ങളുണ്ടാവാം. നമ്മൾ മനസ്സിലാക്കണം, നാം പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മുടെ പ്രാർത്ഥന മുറി കയറുമ്പോൾ നാം പ്രാർത്ഥിക്കുന്ന ആരോടാ? രാജാതിരാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ സർവ്വലോകത്തിന്റെ ന്യായാധിപതിയുടെ മുമ്പിലേക്കാണ് നമ്മൾ. അപ്പോൾ ആ റെവറൻസ് നമ്മുടെ അകത്തുണ്ടാവും, ഭയഭക്തി. അതാ പ്രാർത്ഥിക്കുമ്പോൾ അക്ഷരീയമായിട്ട് ശാരീരികമായിട്ട് നിങ്ങൾ ഇങ്ങനെ ഇരുന്നാലും നിങ്ങളുടെ അകത്ത് ഒരു മുട്ടുമടക്കലുണ്ടാവും. ആ മുട്ടുമടക്കലാണ് പ്രാർത്ഥനയുടെ പൊസിഷൻ. വേറൊരു കാര്യം കൂടെ പറയാം. ദൈവ സർവശക്തനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നതിനൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട അതിനേക്കാളും വലിയ ഒരു ചിന്ത, എൻ്റെ അപ്പൻ്റെ അടുക്കലാണ് ഞാൻ ഇരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഞാനത് പിന്നീട് വ്യാഖ്യാനിക്കാം. തിരിച്ചു വരാം നമുക്ക്. അപ്പൊ പ്രാർത്ഥനയ്ക്കകത്ത് നമ്മുടെ ഒരു വിധേയത്വം ആവശ്യമുണ്ട്. ഈ മുട്ടുമടക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഉറപ്പാണ്. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, നീ എന്നേക്കാളും വലിയവനാണ്, നമ്മൾ സമ്മതിക്കുന്ന ഒരു സ്ഥലമാണ്. രണ്ട്, ഞാൻ ചെറിയവനുമാണ്. ഹലോ, പ്രാർത്ഥനയ്ക്ക് ഒരു ഭവ്യതയുണ്ട്. മനസ്സിലായോ? നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ തമ്പുരാൻ പോലും ഞെട്ടിപ്പോവും, പറ്റി അലർക്കുക. നമ്മൾ കഴിക്കുന്ന നമ്മുടെ ശബ്ദത്തിന്റെ എഫക്റ്റ് ഒക്കെ ദൈവം നമ്മളെ ഞെട്ടിക്കാര്യം സാധിച്ചത്. കർത്താവേ ഇപ്പൊ തന്നേക്കണെന്ന് പറയും. നമ്മള് കർത്താവ് ആരോടാ എന്നെ വിളിച്ച ഭൂമി കടുത്തറയെ ഉറക്കെ വിളിച്ചാരോടാ? കർത്താവ് പേടിച്ചറിയും, ഒപ്പിട്ട് കൊടുത്തറാ, അല്ലെങ്കിൽ ഇവന് ചിലപ്പോ അടുത്ത എന്റെ പൊന്നു സഹോദരങ്ങളെ, കർത്താവിനെ നിങ്ങൾ പേടിപ്പിക്കുന്നത് വേണ്ട. ഒരു കൺവെൻഷൻ സ്റ്റേജിലോ പബ്ലിക്കൊക്കെ ഇരിക്കുന്നിടത്ത് ഒരാൾ പ്രാർത്ഥിക്കൊണ്ട് കൊടുത്തു നോക്കി, മൈക്ക് അടിച്ചു പഠിച്ച് തീർക്കുക, മൈക്കിന്റെ ഡയഫ്രം അടിച്ചു പോകും. അതുപോലെ മിണ്ടപ്പ, സപ്ലിക്കേഷൻ, നമ്മളൊരു വലിയൊരാളുടെ മുമ്പിൽ നമ്മുടെ സപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. നമ്മളെ ഭയപ്പെടുത്തേണ്ട, നമുക്ക് ദൈവത്തെ ഭയപ്പെടുത്തേണ്ട ആവശ്യം. നമുക്ക് നമ്മുടെ അപ്പനോട് പറയുന്നത് സംഭാഷണമാണ് സഹോദരങ്ങളുടെ പ്രാർത്ഥന. പ്രാർത്ഥന ഒരു ഉരുവിടലല്ല. ഹലോ, നമ്മുടെ മക്കളോട് നമുക്ക് സ്നേഹമില്ല, മിണ്ടിക്കാട്ടെ. നമുക്ക് മക്കളുണ്ടെങ്കിൽ മക്കളോട് സ്നേഹമില്ലേ? ഈ മക്കള് കാണാൻ പഠിച്ച് കുറെ വാചകങ്ങളാണ് രാവിലെ എന്ന് പറയുന്നത് നമ്മളോട്. സ്കൂളിൽ പോകുന്നതിന് ഇങ്ങോട്ട് വന്നിട്ട് രണ്ടുമൂന്ന് പാഠങ്ങൾ കാണാൻ പഠിച്ചത്. മൈ ഡിയർ ഫാദർ, ഞാൻ അതിന്റെ മുഖവര പറയാണ് അപ്പർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തോന്നും അവന്റെ ഒരു മൈ ഡിയർ ഫാദർ. അതിനേക്കാളും എന്തോ നല്ലത് നമ്മളെ സാധാരണ വിളിച്ച് നമ്മുടെ അടുക്ക വരുന്ന അപ്പനെ, മോനെ അല്ലേ ഡാഡി എനിക്ക് ആവശ്യമുണ്ട്, അതാണ് നമുക്ക് ഇഷ്ടം. നമ്മുടെ അടുത്ത് ചേർന്ന് ആ അപ്പനാ നമ്മുടെ അപ്പൻ. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ സഹോദരങ്ങളെ, പിതാവെന്ന് പറയുന്ന ഒരു സ്ഥാനം ഭൂമിയിൽ ഉണ്ടായതിന്റെ പ്രോട്ടോടൈപ്പാണ് സ്വർഗത്തിലെ പിതാവ്. വാക്യം, ഈ വാക്യമാണ് സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിന് കാരണം. മനസ്സിലാവുന്നുണ്ടോ? സ്വർഗത്തിലും ഭൂമിയിലുമുള്ള കുടുംബം എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ അതിന്റെ പ്രോട്ടോടൈപ്പാണ്, ഒറിജിനൽ പിതൃത്വം നൽകിയ ആള് സ്വർഗത്തിലെ ദൈവമാണ്. അപ്പൊ മനസ്സിലായല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങളോട് നമുക്ക് എന്തും വേണ്ടി കരുണയുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളോട് എത്ര നമ്മുടെ അകത്തൊരു സ്നേഹം കിടക്കും. ഈ സ്നേഹം നമ്മുടെ ഉള്ളിൽ എങ്ങനെ വന്ന് സ്വർഗത്തിലെ അപ്പനിൽ നിന്ന് കിട്ടിയതാണ്. ആ അപ്പനെടുക്കണം നമ്മൾ പ്രാർത്ഥിക്കുക. അതിന് നമുക്ക് ഫ്രേസിന്റെ ആവശ്യമില്ല, എന്താ പറയുന്നത്, എന്താ പറയാ, പ്രാസങ്ങളുടെ ആവശ്യമില്ല, ഭാഷാശൈലിയുടെ ആവശ്യമില്ല, മനഃപ്പാടമാക്കി കുറെ വാചകങ്ങളുടെ ആവശ്യമൊന്നുമില്ല. അപ്പനെടുക്ക് ചെന്ന് കൂടായിട്ട് പറയാം. ഇതെല്ലാം മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ അതിനൊരു അപ്പനുമായിട്ട് സംഭാഷണത്തിന്റെ സമയം നമ്മൾ കണ്ടെത്തണം. പ്രാർത്ഥന എന്ന് പറയുന്നത് അതല്ലാതെ ഒരു കൃത്യസമയത്ത് നമ്മോട് സംസാരിക്കുന്ന മക്കളെ നമ്മൾ കണക്കൂടി നോക്കി
രാവിലെ എഴുന്നേറ്റ് വന്നാൽ 8 മണിക്ക് മുമ്പ് 10 മിനിറ്റ് നമ്മൾ സംസാരിക്കും. നമുക്കെന്ത് തോന്നും? തോന്നുന്ന എന്തായാലും മനസ്സിൽ വെച്ചാൽ അതൊരു കാര്യം. രണ്ടാമതൊരു കാര്യം, പിള്ളേർ ആവശ്യത്തിന് മാത്രമേ അപ്പനെ അമ്മയെടുത്ത് വീർത്തുള്ളൂ. അങ്ങനെ ചിന്തിച്ചു നോക്കി. ഉണ്ടായിരിക്കും വല്ല മനസ്സിലാവുന്നുണ്ടോ? ആവശ്യം വരുമ്പോൾ അപ്പനെടുക്കുന്ന സോപ്പിട്ട് പതുക്കെ കാര്യം സാധിക്കും. അത് 3 ദിവസം ഉപവാസം, 21 ദിവസം ഉപവാസം, 40 ദിവസം ഉപവാസം. കാര്യം സാഹചര്യം ഇരുന്നിട്ട് പോത്തുള്ളൂ. പിന്നെ പുള്ളിയെ കാണെങ്കിൽ അടുത്ത വർഷം. കാര്യങ്ങൾ ഒരുമാതിരിയൊക്കെ സാധിച്ചു. ഇതൊക്കെയാണോ നമ്മൾ ചിന്തിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഞാൻ വിശ്വസിക്കും എൻ്റെ അപ്പൻ സ്വർഗത്തിലെ എൻ്റെ അപ്പൻ എന്നെ എപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ടാവാം. എൻ്റെ സാന്നിധ്യം എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. ഹലോ, ആ അപ്പൻ അടുക്കലേക്ക് സമ്മതം കയറിച്ചല്ല, ഏതാവശ്യങ്ങളും പറയാം, സാധാരണ പോലെ പറയാം. സങ്കടങ്ങളും പരാതികളും പരിഭവങ്ങളും മഴക്കുണ്ടാക്കാം. അങ്ങനെ നമുക്ക് ആ അപ്പനോട് സംസാരിക്കുന്ന നമ്മൾ സമയം എടുക്കാറുണ്ടോ? അതോ കൂട്ടപ്രാർത്ഥന മാത്രമേ ഉള്ളൂ? പേഴ്സണൽ പ്രയറാണ് ജീവിതത്തിന് ഏറ്റവും വലിയ അനുഗ്രഹം. അപ്പനോട് കരയാനും പ്രാർത്ഥിക്കാനും സംഭാഷണം. ഞാനൊരിക്കലും ഒരു രാജ്യത്ത് എത്തുന്ന സമയത്ത് അവിടെ ഒരു പെങ്കൊച്ചിനെ കണ്ടു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അവിടെ ഒരു ബ്രാഹ്മണ പശ്ചാത്തലത്തിൽ കർത്താവിനെ വിശ്വസിച്ച് ഒറ്റയ്ക്കിറങ്ങിയ ഒരു പെങ്കൊച്ചാണ്. നല്ല സുന്ദരിയായ ഒരു പെങ്കൊച്ച്. ഞാനൊരിക്കലും യോഗം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറി ഇവിടെ പ്രാർത്ഥിക്കുക. മുറിക്കാത്തിരുന്നുണ്ട്. അവിടെ മുറിക്കാത്തിരുന്നു. അവിടെ നിന്ന് മുറിക്കാതെ പ്രാർത്ഥിക്കും. ഞാൻ ആ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. അവൾ വിളിക്കുന്നത് അപ്പാ, ഡാഡി ഒക്കെ വിളിച്ചോണ്ടാണ് സംസാരിക്കുന്നത്. അവൾ ശരിക്കും അവിടെ സ്വന്തം അപ്പനോട് സംസാരിക്കുന്നതിനേക്കാൾ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തോട് സംസാരിക്കുകയാണ്. ഹലോ, കൊടാനുകോടി ഗോളങ്ങൾക്ക് അപ്പുറത്തെവിടെയോ ഇരിക്കുന്ന അജ്ഞാതനായ സർവശക്തനായ ഒരു ഭീകരനായ ഒരു ദൈവം. ആ ദൈവത്തെ നമ്മൾ എങ്ങനെ വിളിക്കാൻ പറ്റും? നമ്മൾ ദൂരെ നിന്ന് ദൈവമേ സഹായിക്കണേ എന്ന് പറഞ്ഞു പോകുന്ന ഒരു പഴയ നിയമകാലം ഉണ്ടായിരുന്നു. കൃപാസനത്തിന് അടുക്കിലേക്ക് ചെല്ലാൻ പാടില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. കർത്താവ് ആ തിരശീല അങ്ങ് കീറി. തിരശീല കീറിയിട്ട് കൃപാസനടുക്കിലേക്ക് നമ്മൾ കയറി ചെല്ലാതെ അടുത്ത് കയറി ചെന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതാ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മഹാത്മ്യം. പിതാവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുന്നു. മുട്ടുമടക്കി പ്രാർത്ഥിക്കണം കേട്ടോ. മനസ്സിനകത്തെങ്കിലും ഒരു മുട്ടുമടക്കൽ വേണം, ഒരു വിധേയത്വം. പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ഉപദേശി പ്രാർത്ഥിക്കാന്ന് പറയും. കേൾക്കുന്നുണ്ടോ? സ്വന്തം സഭയിലെ പാസ്റ്റർമാർ ഇച്ചിരി കടുപ്പത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടിലെ കർത്താവ് പറഞ്ഞു പോലിരിക്കും. കർത്താവ് അത് കേട്ടോ, നിങ്ങളാരും കേട്ടോ? കർത്താവ് എല്ലാവരോടും ഇങ്ങനെ അപ്പമൊക്കെ കൊടുത്ത ആൾക്കാർക്ക് എന്തൊരു ഇഷ്ടമല്ലേ യോഗം കഴിയുമ്പോൾ? ഹലോ, ഇവിടുത്തെ കാര്യമല്ല. ഞാൻ കഴിഞ്ഞ വർത്തിങ്ങിൽ ഒരു യോഗം നടത്തിയ സമയത്ത് ഒരു വീട്ടിൽ ഒരു മലയാളിയാണ് ഞാൻ ഫോൺ ചെയ്ത് വിളിച്ചപ്പോൾ യോഗം ഉണ്ട് പറയുന്നത്. പുള്ളിക്കാരി ആവശ്യം ചോദിക്കും, പാർട്ടി ഉണ്ടോ? കക്ഷിക്ക് ആകെ അറിയേണ്ട ഒരു കാര്യം അതാണ്, പാർട്ടി ഉണ്ടോ? അപ്പൊ ഇവിടെ എല്ലാം പാർട്ടിക്കകത്ത് അവസാനിക്കുന്നില്ലയോ? ഓ, ഒന്നും വേണ്ടപ്പാ. ഞാനിവിടെ അധികം വലിയ വഴക്കൊന്നുമില്ല. കൺവെൻഷനാണെങ്കിലും ചാപ്പാട് ഉറപ്പാ. അങ്ങനെങ്കിലും ഒന്ന് വരുമല്ലോ. ശിഷ്യന്മാർ കർത്താവിന്റെ കൂടെ നടന്ന നല്ലൊരു ശതമാനം ആൾക്കാരും ചാപ്പാട് അടിക്കാൻ വേണ്ടിയായിരുന്നു. അതിന് 5 അപ്പം എടുത്ത് ഒറ്റ പ്രാർത്ഥന അതാ അടങ്ങുന്നു. 5000 പേർക്ക് കൊട്ടക്കണക്കിന് അധികം വരിക. ഇത് കാണാനൊരു രസമല്ലേ? അത് അതിനുവേണ്ടി കൂടെ കൂടി കണക്ഷനുണ്ട്. അപ്പം തിന്നാൻ വേണ്ടി കൂടെ കൂടിയിട്ടുണ്ട്. ഒരു പണിയും ചെയ്യണ്ട, കർത്താവിന്റെ കൂടെ നടത്തിച്ചാൽ അത്യാവശ്യം വരും. പുള്ളി ഒരു കറക്ക് അപ്പാവും തിന്നു. സ്തോത്രം. ഇനി അടുത്ത അപ്പം എവിടെ ഉണ്ടാക്കുന്നത്? പുറകെ പോയി വെക്കുക. ഇങ്ങനെ 1 2 ഒന്നല്ല, വലിയൊരു പുരുഷാരം. കർത്താവ് വേണ്ടെന്നൊന്നും പറഞ്ഞില്ല. കർത്താവ് വേണ്ടെന്നൊന്നും ഒരാളും പറഞ്ഞില്ല. കൊണ്ടു കിടക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ ഒരു ദിവസം കർത്താവ് ഉപദേശത്തിന് ഇച്ചിരി കട്ടി അങ്ങ് കൂട്ടി. മൂളി കേൾക്കാൻ കട്ടിയുള്ള ഉപദേശം കൂടി പറയാൻ തുടങ്ങി. കട്ടിയുള്ള ഉപദേശം പറയാൻ തുടങ്ങിയപ്പോൾ അങ്ങേയറ്റം തൊട്ട് ഓരോരുത്തരോടുത്തരോടുത്തർ പോകാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും പ്രാർത്ഥനയ്ക്ക് വരണം. എല്ലാവരെയും കൊട്ടക്കണക്കിന് അനുഗ്രഹിക്കണം. വല്ലം കൊട്ടയും കൂടെ വന്നാൽ മതി. അനുഗ്രഹങ്ങൾ ഞങ്ങൾ ഹോൾസെയിൽ റേറ്റിലും റീറ്റെയിൽ റേറ്റിലും നിങ്ങൾക്ക് എല്ലാവർക്കും തരാം. നിങ്ങൾ എങ്ങനെ വേണേലും ജീവിച്ചു. ഹലോ, കണ്ടുപിടിക്കണേ കള്ളു പിടിച്ചു, പെണ്ണ് പിടിക്കണമെങ്കിൽ പെണ്ണ് പിടിച്ചു. എല്ലാ തൊഴിലും നിങ്ങൾക്ക് ചെയ്യാം. അനുഗ്രഹം ഞങ്ങൾ നിങ്ങൾക്ക് തരാം. പിന്നെ നിങ്ങളുടെ സ്വതന്ത്രാഴ്ച ഞങ്ങളുടെ വല്ലം കൊട്ടയ്ക്കകത്ത് ഇട്ടിട്ട് നിങ്ങൾ പോവാ. പോയി പ്രവളവറ്റാൽ ആൾക്കാർ ഇഷ്ടം പോലെ കൂടും. ഒരു വ്യത്യാസവും വേണ്ട. അനുഗ്രഹം തരാൻ ഞങ്ങൾ. ആൾക്കാർ കൂടും. സത്യസായിബാബയുടെ കൂടെ ഉണ്ട് ആൾക്കാർ, അമൃതാനന്ദയുടെ ഉണ്ട് കോടിക്കണക്കിന് ആൾക്കാർ. വല്ല മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഈശോ മെശിഹായ്ക്ക് ഒരു നിയമമുണ്ട്. അങ്ങനെ ആരും മൂടില്ല കേട്ടോ. ഈശോ മെശിഹായ്ക്ക് മാത്രമേ ഉള്ള നിയമം. ഈശോ മെശിഹ കട്ടിയുള്ള ഉപദേശം കൂടെ പറയാൻ തുടങ്ങി. കട്ടിയുള്ള ഉപദേശം പറയാൻ തുടങ്ങി. ഇപ്പോൾ ഓരോരുത്തരായിട്ട് വിട്ടു വന്നു തുടങ്ങി. എല്ലാം പോയെന്നാ പറയുന്നത്. സ്തോത്രം. എല്ലാരും പോയി കഴിഞ്ഞാൽ എന്തോ ചെയ്യും പാസ്റ്ററെ? നമ്മൾ എന്തോ ചെയ്യൂല്ലേ? സ്തോത്രം. സഭയിലെ ഒരു ഇച്ചിരി മൂപ്പനെ ഒരാൾ വിട്ടുപോകണമെന്ന് പറഞ്ഞാൽ നമ്മളെന്തോ പറയും? എന്റെ പൊന്നച്ചായ പോകരുന്ന് പറയും അല്ലേ? അടുത്ത പ്രാവശ്യത്തെ ഇലക്ഷൻ നടത്തുമ്പോൾ സെക്രട്ടറി ആക്കാം. ഓയ്, ചിലപ്പോ അത് കിട്ടാത്തോണ്ടായിരിക്കും പുള്ളി വായി എടുത്തിട്ട് പോന്നിരിക്കുന്നത്. ഞാനാണെ പുള്ളിക്ക് ഓട്ടോറിക്ഷയുടെ കാശോട് കൊടുക്കും. അച്ഛാ ഞാൻ പോകുന്നുണ്ടോ? എപ്പോഴാ പോകുന്നത്? ഞാൻ പറഞ്ഞ വണ്ടി കയറ്റി വിടാൻ ഞാൻ കയറ്റി വിടും. പിടിച്ച് നിർത്തിയല്ല. ഈശോ മിശിഹായ്ക്ക് അതേ സ്വഭാവമായിരുന്നു. കർത്താവ് പറഞ്ഞു,
പോകുന്നവർക്കെല്ലാം പോവാം. കർത്താവ് ആരൊക്കെ സെക്രട്ടറി സ്ഥാനവും പ്രസിഡന്റ് സ്ഥാനവും ഖജാൻജി സ്ഥാനവും ഒന്നും പ്രോമിസ് ചെയ്തില്ല. തിരിഞ്ഞു നോക്കിയപ്പോൾ 12 മെഴുകസിയെന്ന് പറഞ്ഞത് ഇപ്പോൾ ഉണ്ട്. പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പം കാണാനും അപ്പം തിന്നാനും അത്ഭുതം കാണാനും വന്നതല്ലേ. ഈ കക്ഷിയിൽ ഇങ്ങനെ നിരനിര നിൽക്കുക. കർത്താവ് ചോദിക്കും, ഇവർക്ക് ശരിക്കും ഒരു ചമ്മലുണ്ട്, വേണേങ്ങ് പോക്കളെ എന്നുള്ള പരുവത്തിലാണ് നിൽക്കുന്നത്. കർത്താവ് തിരിഞ്ഞു നോക്കി ഇവരുടെയൊക്കെ മുഖം കണ്ടപ്പോഴേ കർത്താവ് മനസ്സിലായി നമ്മളിപ്പോൾ പെർമിഷൻ കൊടുത്ത് ചിലപ്പോൾ അങ്ങ് പോക്കളയും. കർത്താവോട് തിരിഞ്ഞു പറയാൻ അറിയാമോ, നിങ്ങളൊന്നും പോകരുത്, നിങ്ങൾ പോയാൽ എൻ്റെ ഗതികേടാ പോയി. കാരണം ഉള്ളം പറഞ്ഞാൽ എല്ലാം പോയി, നീ ആകെ 12 വരുന്നു, ഞാൻ എന്തോ ചെയ്യും, പൊക്കളരുത് കേട്ടോ. അങ്ങനെ പറഞ്ഞ കർത്താവ് അതാ എൻ്റെ കർത്താവ്. പെർമിഷൻ ഉണ്ട്, നിനക്ക് പോകാം. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടെങ്കിൽ ആകാം. പക്ഷെ ശിഷ്യന്മാരുടെ മറുപടി എന്തെന്നറിയാമോ? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്, നിന്നെ വിട്ട് ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? യേശുവിനെ സ്വീകരിക്കുന്ന, യേശുവിനെ പിൻവരുന്നതിന് കാരണം എന്താ? പണം തരുമെന്ന് പറഞ്ഞോണ്ടല്ല, ഫ്ലാറ്റ് കിട്ടുമെന്ന് പറഞ്ഞോണ്ടല്ല, വിസ അടിച്ചു കിട്ടുമെന്ന് പറഞ്ഞോണ്ടല്ല, ഇവിടെ നിത്യമായി ജീവിക്കാനുള്ള എന്തെങ്കിലും പ്രോസസ് നടക്കുന്നുള്ള അർത്ഥത്തിലല്ല. കർത്താവിനെ സേവിക്കണം ഒറ്റ കാരണമേ ഉള്ളൂ, നിത്യജീവൻ നിനക്ക് തന്നു എന്നുള്ള ഒറ്റ കാരണം. ബാക്കിയൊന്നും വേണ്ട കേട്ടോ, ബാക്കിയൊന്നും വേണ്ട, ബാക്കിയൊക്കെ വന്നോളും, അതവിടെ കിടക്കട്ടെ. പക്ഷെ കർത്താവിനെ സേവിക്കുന്നത് ഇങ്ങനെ ആയിരിക്കണം. കട്ടിയുള്ള ഉപദേശങ്ങൾ പറയുമ്പോഴാണ് ആൾക്കാർക്ക് മിക്കവാറും ഇഷ്ടപ്പെടാതെ. കട്ടിയുള്ള ഉപദേശം പറഞ്ഞിട്ട് നിൽക്കുന്നവർ നിന്നാ മതി. ഹലോ, മനസ്സാന്തരപ്പെടണം, മനസ്സാന്തരപ്പെടണം. മദ്യപിക്കരുതെന്ന് പറഞ്ഞാൽ മദ്യപിക്കരുത്. അത് ഈസ്റ്റർ ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും എന്ത് കുന്തം വന്നിരും. ശ്വാസം പോയത്. ഞാനൊരു പച്ച മലയാളത്തിൽ ചോദിക്കട്ടെ, ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ഈശോ മിശിഹാ വീട്ടിൽ വന്നിരിക്കട്ടെ, ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോ കേക്കപ്പാ വാതിൽ തുറന്നു, സാക്ഷാൽ ഈശോ മിശിഹാ വീടിന് വിട്ടിരിക്കുക. ആദ്യം ഒന്നുകൂടെ കണ്ണു തിരുമ്പി നോക്കിയില്ല, 10 ദിവസം കണ്ടു. ഇന്ന് യോഗം കഴിഞ്ഞ് വന്നോണ്ടാന്നു, എടീ വിഷമിക്കേണ്ട, ഞാനാണ് ഈശോ. നമുക്ക് സന്തോഷം തോന്നി. പിന്നെ നമ്മൾ ഈശോയെ കരുതിനേക്കാൾ മുമ്പ് വീട്ടിൽ നിന്ന് ഭർത്താനം വിളിക്കും, അച്ഛായ ഓടി വായോ, അതാണ്ടൊരു അത്ഭുതം. അച്ഛായ ഓടി വന്നു നോക്കിയപ്പോൾ സാക്ഷാൽ ഈശോ മിശിഹാ. എടാ പക്ഷേ ഞാൻ ഇനി കുറച്ചാൾ നിന്റെ വീട്ടിൽ താമസിക്കാൻ പോകാം, വേണ്ടെന്ന് പറയൂ? ഇല്ലെന്ന് മാത്രമല്ല, കുറച്ചു കാലത്തേക്കിന് വേണ്ട കർത്താവേ എന്ന് അങ്ങ് താമസിച്ചോളാൻ പറയും. ഏത് മുറി കൊടുക്കും? ഏറ്റവും നല്ലത്, ഏറ്റവും നല്ല ബെഡ് എല്ലാം കർത്താവിന് ഒരുക്കി കൊടുത്തെന്നിരിക്കണം. സങ്കല്പിക്കുക, കർത്താവ് വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയ മാറ്റം ഉണ്ടാവുമോ? മാറ്റം ഉണ്ടാവുമോന്ന്? ഉണ്ടാവുമോ? എന്ത് മാറ്റം ഉണ്ടാവും? ഉണ്ടപ്പാ, എന്ത് മാറ്റം ഉണ്ടാവും? എല്ലാറ്റിനും മാത്രം ഉണ്ടാവും അല്ലേ? എല്ലാത്തിനും മാറ്റം ഉണ്ടാവും അല്ലേ? അവൻ അച്ചായൻ ഒരു പെഗ് അടിച്ചില്ലെങ്കിൽ ഉറക്കം വരുത്തില്ലായിരുന്നു. അന്ന് അച്ചായൻ പെഗ് അടിച്ചില്ല. എന്താ കാരണം? പെട്ടിക്കകത്തുള്ള അലമാരിക്കത്തുള്ളവരും പുള്ളി അണിയതേ ഇല്ല. അച്ഛനെ വേണ്ടേ വിടരി. നാട്ടിലെ സിസ്റ്റം അനുസരിച്ച് നാട്ടിൽ നിന്ന് പുള്ളി വരുമ്പോഴേ അവിടെ കയറി വീശിയിട്ടായിരുന്നേ. അന്ന് വരുന്ന വഴിക്ക് കൂട്ടാൻ ചോദിച്ചു, അച്ഛൻ വരുന്നില്ലേ, ചേട്ടൻ വരുന്നില്ലേ? ഇന്ന് വരുന്നില്ലടാ. ഞാൻ തോറ്റു, ഇന്ന് വരുന്നില്ല. എന്താ പറ്റി? പൈസ അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ച. അതാണ് പാല് വാങ്ങിച്ചു കൊടുക്കുകയല്ല, പട്ട വാങ്ങിച്ചു കൊടുക്കും. അതാണ് മദ്യപാനികളുടെ ഐക്യം എന്ന് പറയുന്നത്. ആ ഇന്ന് അച്ഛൻ കുടിച്ചില്ല കുഴപ്പമില്ല, ഞാൻ വാങ്ങിച്ചു തരാം. വീശേ നീ മുടിഞ്ഞു പോണം, ഒട്ടയം പാലം കഴിച്ച് നീ നന്നാ പറ്റില്ല. അല്ല ശരിയല്ലേ അത്? അങ്ങനെ കൊടുക്കില്ലപ്പാ, കൊടുക്കിയല്ലോ. നമുക്ക് എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസവും കയറി പൊട്ടയം പാലം അടിച്ചിട്ടോ അത്ര പേര് വാങ്ങിച്ചു കൊടുക്കും, കൊടുക്കിയല്ല. ഈ പേട്ടുവെള്ളം വാങ്ങിച്ചു കൊടുക്കാനാണെങ്കിൽ കാശ് തരാന്ന് പറഞ്ഞു പോയി വീത്തും. അന്ന് വീത്തിയില്ല പുള്ളി പറഞ്ഞേ ഇന്നലെ വൈകുന്നേരത്തിൽ അവരുടെ വീട്ടിൽ പ്രാർത്ഥന കഴിഞ്ഞ് വന്നപ്പോൾ ഈശോ താമസിക്കാൻ വന്നടാ. ആര് ഈശോ? ഈശോ എവിടെ ഉണ്ട്? വീട്ടിലുണ്ട്. ഇപ്പൊ കുടിക്കുന്നില്ലേ? പറ്റിയല്ല. അവിടെ ഉള്ളി ഒന്നും പറ്റത്തില്ല, ഉള്ളിലേക്ക് ഒന്ന് അവിടെ അടക്കിയല്ല. ഭാര്യയെ പറ്റിക്കാനേ ഉള്ളിയൊക്കെ പറ്റത്തുള്ളൂ. തമ്പരാനൊന്നും ആ പരിപാടിക്ക് നടക്കിയല്ല. അപ്പൊ അന്ന് പുള്ളി കണ്ണു പിടിച്ചില്ല, അന്ന് പുള്ളി സിഗരറ്റ് മരിച്ചില്ല. അതിന്റെ കാരണം എന്താ? കർത്താവ് വീട്ടിലിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അന്നും അത് വലിയ നിർത്തി. പിന്നെ എന്തെങ്കിലും ദേഷ്യം വന്നാൽ ഉടനെ അന്യഭാഷയൊക്കെ വായിക്കാത്ത വരുമായിരുന്നു കൊച്ചുങ്ങളോടൊക്കെ. അന്നെല്ലാം വിഴുങ്ങി ഏതാണ്ട് പറയാൻ വന്നപ്പോഴത്തന്നെ ബാക്കി ഒരു പൊത്തി. അപ്പൊ ഇനി അത്രയും ചിന്തിച്ചാടെ നമ്മുടെ വാക്കിനകത്ത് മാറ്റം വന്നല്ലേ? എല്ലാം മൊത്തത്തിലങ്ങ് മാറി. ഈശോ മിശിഹ താമസിക്കാൻ വന്നതാ. ഈ ഈശോ മിശിഹയുടെ കെയറോഫിൽ ഈസ്റ്ററിന്റെ പേര് പറഞ്ഞ് കണ്ണു മഞ്ഞു വരൂ പറയാടെ. എന്താ കാരണം? ഈസ്റ്ററിന്റെ പേരാണെങ്കിൽ ഈശോ മിശിഹയുടെ പറയാ അപ്പേ നടക്കുകയല്ല. കർത്താവ് നീ ഉയർത്തെഴുന്നേറ്റ് ദിവസം നമുക്കൊന്ന് വീശിയാലോ? കൊണ്ടുവരികയല്ല, ക്രിസ്മസിന്റെ പേര് കൊണ്ടുവരികയല്ല, ഒന്നിന്റെ പേരിലും കൊണ്ടുവരികയല്ല. അതിന്റെ അർത്ഥം ഒന്ന് ചിന്തിച്ചു നോക്കി.
ഈ ഈശോ നിന്റെ ഹൃദയത്തിൽ വസിക്കാൻ വന്നാലോ? Same thing. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ നിന്നോടൊപ്പം ഉണ്ട്. അതാ ക്രിസ്തുവിലായി തീരുമെന്ന് പറയുന്ന അർത്ഥം. കർത്താവ് ഉള്ളി വസിക്കാൻ തുടങ്ങ, അവൻ ഉള്ളി വസിക്കാൻ തുടങ്ങി അവനെ കൊണ്ട് കളിശാൻ പോകാൻ പറ്റിയല്ല, മാറി ജീവിതം മുഴുവൻ. അതാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി. അതാ പ്രമാണം. അതാവണം നിത്യതയിൽ എത്തണമെങ്കിൽ. അക്ഷരീയമായ നിന്റെ ഭവനത്തിൽ മാറ്റങ്ങൾ ഈശോ മശിഹ വന്നാൽ സംഭവിക്കുമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഈശോ മശിഹ വന്നാൽ നീ ടോട്ടലി മാറും. അതാണ് ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യൻ എന്ന് പറയുന്നത്. കർത്താവിനെ പറ്റി പരിപാടി നടക്കിയതാ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അതൊക്കെ മാറ്റണം. ഇനിയും നേരെ തിരിച്ചൊരു വാചകം കൂടെ പറയാം. ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അത് തന്നെയാണ്. അത് പറയാൻ അതൊക്കെ പേടിയൊന്നും അച്ഛൻ പറഞ്ഞ കേട്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ അർത്ഥം എന്താ? ഈശോ നമ്മുടെ വീട്ടിൽ ഇല്ലെന്ന്. ഉമ്മരപ്പടിയെ കാണും ബോർഡിനകത്ത്, ക്രിസ്തു ഈ വീടിന്റെ നായകൻ, അത്രേ കാണത്തുള്ളൂ. ഈശോ അകത്ത് കാണത്തില്ല. പണ്ട് എന്താ ബീമോനച്ചൻ പുള്ളി പറഞ്ഞാണെന്ന് തോന്നുന്നു, എനിക്ക് കേട്ട എൻ്റെ ഓർമ്മ കിടക്കുന്നത് അങ്ങനെയാണ്. കായംകുളം പുള്ളിക്കാരൻ പ്രസംഗിക്കാൻ അവിടെ പോയ സമയത്ത് ഒരു പാത്രവും ചട്ടിയും എല്ലാം കൂടെ പുള്ളിയുടെ മുമ്പിൽ വന്നു വീണു. പുള്ളി കൺവെൻഷൻ പ്രസംഗിക്കാൻ വേണ്ടി പോവാം. പുള്ളി പറഞ്ഞു, പുള്ളിയുടെ ഭാഷ തന്നെ പറഞ്ഞു. പുള്ളി പറഞ്ഞത്, ഞാൻ ആദ്യം വിചാരിച്ച ദൈവം ഏലിയാവിന് അപ്പം ഇറച്ചി കൊടുത്ത് വന്നിരി ഏതാണ്ടല്ലേ ഈ ഇറച്ചി വല്ല ദൈവം എന്ന് വിചാരിച്ചാണ് ഇത് വന്ന് വീണ സ്ഥലത്തേക്ക് പുള്ളി നോക്കിയത്. നോക്കിയപ്പോൾ ക്രിസ്തു ഈ വീടിന്റെ നായകൻ എന്ന് ബോർഡ് വിളിച്ച് വീട്ടിൽ നിന്ന് വരിക. കറിച്ചട്ടിയും ചോറുപാത്രമൊക്കെയാണ് വരുന്നത്. ക്രിസ്തു വീടിന്റെ നായകനായ വീട്ടിൽ അച്ചായൻ 4 മണിക്ക് വന്ന് നായകത്വം എടുത്തതിന്റെ ലക്ഷണം കള്ളു കുടിച്ച് വീട്ടിൽ വന്നിട്ട് ഈശോയെ പിടിച്ച് പുറത്താക്കിയിട്ട് പുള്ളി നായകനായി. അതിന്റെ അനന്തരഫലമായിട്ടാണ് പാത്രങ്ങളിൽ ചിറവ് വെച്ച് ഇങ്ങനെ പറന്ന ഓടി വന്ന് വീണത്. ഹലോ, ഇങ്ങനെ വീടിന്റെ ഭിത്തിക്കകത്ത് ഈശോമശി വെക്കുന്ന പരിപാടിയല്ല, ദേഹത്ത് യേശു വരുന്ന പരിപാടി. അതാ ഭാഗ്യം. ഞാനൊന്ന് വന്നു നോക്കി, എന്ത് ഭാഗ്യം എന്നറിയോ, എത്ര സന്തോഷമെന്നറിയോ. അത് ഈ കള്ള് 10 ദിവസം കമ നടന്ന് കുടിച്ചാൽ പോലും കിട്ടാത്തൊരു സന്തോഷം ഒറ്റ ദിവസം കൊണ്ട് കിട്ടും. അതൊന്ന് അനുഭവിച്ചു നോക്കണം. ഞങ്ങളുടെ കുടുംബത്തിൽ കള്ളുകുടിയന്മാരല്ല, കള്ള് ഉണ്ടാക്കി കന്നാസിനകത്ത് കമ നടന്ന് കുടിക്കുന്ന സാധനം ഉണ്ട്. എന്റെ അമ്മയുടെ ഒരാങ്ങള കള്ളുകുടിയെന്നല്ല, പുള്ളി അങ്ങനെ തന്നെ അറിയപ്പെടുന്നത്. പുള്ളി കുടിക്കാന്ന് പറഞ്ഞാൽ പുള്ളി തന്നെ നാട്ടുകാരുണ്ടാക്കിയ പുള്ളിക്ക് പറ്റത്തില്ല. അതിന് പുള്ളി തന്നെ ഉണ്ടാക്കുക. ഉണ്ടാക്കിയിട്ട് പുള്ളി കമന്ന് കിടന്നാൽ കുടിക്കും. കുടിച്ച് അവസാനം കരണം കൂമ്പൊക്കെ പോയി പുള്ളിയുടെ വെടിയും തീർന്നു. അധിക കാലം എത്തുന്നതിന് മുമ്പേ പോയി. എന്തിനാ ദൈവം നമുക്കൊരു ആയുസ് തന്നിട്ടില്ലേ? അതെന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നടന്നത്? ഞാൻ പറയട്ടെ, ക്രിസ്ത്യാനി എന്നുള്ള പേരുണ്ടെങ്കിൽ ക്രിസ്തു ഇല്ലാത്തൊരു പരിപാടി വേണ്ട. ഹലോ, നിത്യത്തിലുണ്ടാവണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അത് തന്നെയാണ്. നമുക്ക് വേണം തിരിച്ചു വരാം. സ്തോത്രം. എന്റെ വാക്യം തീർക്കാൻ പറ്റിയല്ല. ആമേൻ. നമ്മൾ വായിച്ചെന്താണ്? പിതാവിന്റെ സ്ഥലത്തിൽ മുട്ടുമടക്കും. നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് നമുക്കൊരു വിധേയത്വം ഒന്ന് കേട്ടാണ്, ഒരു ഭക്തി, വാക്കുകൾക്കൊരു ഒരു എന്താ പറയാ, ഒരു സമർപ്പണം ഒക്കെ ഉള്ള ഒരു പ്രാർത്ഥന ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലേ? സ്തോത്രം പിതാവിന്. ഇനി അടുത്ത വാക്യം എന്തറിയാമോ? സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും കാരണമായ. അതാണ്. അപ്പം ഏറ്റവും പഴയ കുടുംബം എന്ന അർത്ഥം എല്ലാം മനസ്സിലായോ? സ്വർഗത്തിലുള്ള ഭൂമിയിൽ കുടുംബം ഉണ്ടാകുന്നതിന് മുമ്പ് സ്വർഗത്തിൽ കുടുംബം ഉണ്ടായിരുന്നു. അപ്പൊ ഏറ്റവും വലിയ കുടുംബക്കാരനാരാ? ദൈവമാണ്. ഏറ്റവും പഴക്കമുള്ള കുടുംബക്കാരനാരാ? ദൈവമാണ്. അത് പറയുമ്പോൾ എനിക്കൊരു ഇച്ചിരി തമാശ വരുന്നുണ്ട്. എന്താണെന്നറിയാമോ? എല്ലാ വീട്ടുകാരും മിക്കവാറും അറിയപ്പെടുന്ന ഒരു കുടുംബ പേരിനകത്താണ്. അല്ലെ, നമുക്കൊക്കെ ഓരോ കുടുംബ പേരില്ലേ? ഇല്ലേ? നമ്മുടെയൊക്കെ പേരിന്റെ വട്ടത്ത് കിടക്കുന്നതല്ലേ? ഞങ്ങളുടെ പേര് മുട്ടാണിയിൽ ഗീവറീസിന്റെ മകൻ. എന്റെ വലിയ പേര് മുട്ടാണി ഗീവറീസ് എന്നറിയപ്പെടുന്നത് കുടുംബപ്പേര്. അപ്പൊ എല്ലാവർക്കും ഉണ്ട് പേര്, കുടുംബപ്പേര് എന്നൊക്കെ പറയുന്ന നമുക്കൊരു പേര്. പിന്നെ തോമാസ്ലിയ വന്ന സമയത്ത് മാമോദിസ ഒഴിച്ചെന്ന് പറഞ്ഞാൽ പകരമറ്റ കുടുംബക്കാരാ, കള്ളിയാകൽ കുടുംബക്കാരാ, ശങ്കരപുരിക്കാരാ ഞങ്ങൾ. അതൊക്കെ പറയുമ്പോഴത്തേന് ആൾക്കാർക്ക് അങ്ങ് എന്താ പറയാ, എന്തോ ഒരു പ്രത്യേക അനുഭൂതി അങ്ങ് ഉണ്ടാവുന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. എനിക്ക് അതിനകത്ത് പരാതിയും പരിഭവമൊന്നുമില്ല. നിങ്ങൾ ഏത് കുടുംബക്കാരാലും കുഴപ്പമില്ല. വിശ്വാസത്തിലേക്ക് വന്ന കാലയളവിൽ ഞങ്ങൾ കിട്ടിയ ആക്ഷേപങ്ങൾ ഏറ്റവും വലുതായിരുന്നു. ഇന്നലെ കിളുത്ത കുമ്പിള് ഉണ്ടായ സാധനങ്ങൾ പെന്തിക്കോസിനെ കളിയാക്കി പറഞ്ഞതാണ്. ഞാൻ തൃശ്ശൂരിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നു. തൃശ്ശൂരുകാരെ ആരെങ്കിലും ഉണ്ടോ? ഒറ്റ എണ്ണം പോയില്ലേ? ആരുമില്ലേ? ഓക്കെ, തൃശ്ശൂരിൽ ഞാൻ പ്രവർത്തിച്ചാണ്. പറയുന്ന കാര്യത്തില് നമുക്ക് ഓരോരുത്തരും വലിയ കുറവില്ല. തൃശ്ശൂരുകാരുടെ ഒരു പ്രത്യേകത പറയാം, മിക്കവാറും എല്ലാം അറിയപ്പെടുന്ന എല്ലാവരും കുടുംബത്തിന്റെ പേരിലാണ് ആൾക്കാരെല്ലാം അറിയപ്പെടുന്നത്. ഞങ്ങൾ സുവിശേഷം പറഞ്ഞ ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ മോനെ ഏത് വീട്ടുകാരാ? വാഴപ്പള്ളിന്നോ അമ്പൂക്കന്മാരെന്നോ പെരേപ്പാടന്മാരെന്നോ എന്തെങ്കിലും ഒരു പേര് വേണം. ഏതെങ്കിലും മരത്തിന് മൂട് മതി. ആഞ്ഞിലി മൂട്, കപ്പ മൂട്, ചേന മൂട്, ഏതെങ്കിലും മൂട് ഉണ്ടെങ്കിൽ അവർക്കറിയാം ആ പേര്. വാഴപ്പള്ളിക്കാർ അല്ലെ ആഞ്ഞിലിമൂട്ടിക്കാർ മൂടുകാരാണ്.
ആമൻ. ഈ ഊടില്ല എന്നുള്ള കാര്യം കൂടെ ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം കൂടെ എന്തായാലും പറയുന്നത് കുടുംബയോഗം എല്ലാം കൂടെ 600 വർഷങ്ങൾക്ക് മുമ്പുള്ള കുടുംബയോഗം ഇരിപ്പുണ്ട്. അപ്പച്ചന്മാരുടെ കൊലകൾ ഇങ്ങനെ പോയേക്കുന്ന ചാട്ടൊക്കെ ഞങ്ങളുടെ കയ്യിരിപ്പുണ്ട്. എൻ്റെ പൊന്നപ്പ എത്ര വലിഞ്ഞ് നീണ്ടുപോയാലും 2000 വർഷം അത്രയൊക്കെ ഉണ്ടല്ലോ. പക്ഷെ എൻ്റെ കുടുംബത്തിന് അതിനേക്കാളും നീളമുണ്ട്. അത് പറയാനാ ഞാൻ ഈ വരുന്നത്. ഞാൻ ഏത് കുടുംബക്കാരനെന്ന് അറിയാമോ? ആജലിമൂട്ടിലും കപ്പമൂട്ടിലൊന്നും അല്ല. സ്തോത്രം. സ്വർഗത്തിലെ കുടുംബത്തിന്റെ വേദോസ്തലം 2-ാം അധ്യായത്തിൽ പറയും ദൈവത്തിന്റെ ഭവനം, ഫാമിലി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ കുടുംബക്കാരനാണ്. അപ്പൊ എത്ര വർഷത്തെ പഴക്കമുണ്ട്? എത്ര വർഷത്തെ പഴക്കമുണ്ട്? സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകല കുടുംബം എന്ന് ഞാനതാ പറഞ്ഞത്. എന്റെ കാരണവരാണവൻ. കുടുംബത്തിലെ കാരണം എന്ന് പറഞ്ഞതില് സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിലും കാരണമായ കാരണവർ. ഏറ്റവും പഴക്കമുള്ള അപ്പച്ചൻ അവൻ. എന്താ പഴയ നിയമ പുസ്തകങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ പുരാതനനായ 2000 വർഷവും 4000 വർഷവും 4000 കോടി വർഷവും അല്ല. സ്വർഗത്തിൽ ഒരു കുടുംബം എന്നുണ്ടായോ ആ കുടുംബം. അതുകൊണ്ട് അഭിമാനത്തോടെ വേണം കർത്താവിനെ സേവിക്കാൻ. കുടുംബമൊന്നും വിഷയമൊന്നുമല്ല. കാരണം ഏറ്റവും പാരമ്പര്യമുള്ള കുടുംബം നമ്മുടെ കുടുംബം. ഇനി ഏറ്റവും എണ്ണമുള്ള കുടുംബം അത് നമ്മുടെ കുടുംബമാണ്. എന്താ കാരണം? ഇവരുടെ ആകെ മൊത്തം ടോട്ടൽ അല്ല നമ്മുടെ 600 പേര്. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഫാമിലി ഇവിടെ 150 കുടുംബം. അത്രേ ഉള്ളൂ. ഈ കുടുംബത്തിന്റെ കണക്കറിയാവോ? വെളിപ്പാട് പുസ്തകത്തിൽ ചെല്ലണം. അവിടെ ഒരു കണക്ക് കിടപ്പുണ്ട്. സകല ഭാഷക്കാരും ഗോത്രക്കാരും വംശങ്ങൾ, പല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളും വംശങ്ങളും ജാതികളിൽ നിന്നും എല്ലാ ജാതിക്കാരും ഉള്ള ഒരു കുടുംബം. അങ്ങനെ ജാതി ഉണ്ടോ? ആരപ്പം മിണ്ടാത്ത? ഞങ്ങളുടെ കുടുംബത്തിനകത്ത് മാത്രമേ ഉള്ളൂ. മൂക്ക് ചപ്പിയവനും മൂക്ക് നീണ്ടവനും ചുരുണ്ട മുടിയുള്ളവനും കോലം മുടിയുള്ളവനും നല്ല നെടുനീളന്മാരും നീളമില്ലാത്തവനും എല്ലാ കുടുംബത്തിനകത്തും. നിത്യത ചെല്ലുമ്പോഴേ കുടുംബത്തിന്റെ എണ്ണമറ്റ വലിയൊരു പുരുഷാരത്തിന്റെ വലിപ്പം. എങ്ങനെ ഒരു കുടുംബത്തിന്റെ ഭാഗമായി തീരാനുള്ള ഭാഗ്യം ലഭിച്ചവരാ നമ്മൾ. അതിനൊരു സ്തോത്രം പറഞ്ഞു. ഈ നമ്മുടെ മലയാളികളോട് മലയാളി കോൺഗ്രിഗേഷനൊക്കെ കൂടി നടക്കുന്നു. ഈ ഗൾഫിലൊക്കെ ചെന്ന് കഴിഞ്ഞുണ്ടല്ലോ, ഈ ദുബൈയിലും ഷാർജയിലൊക്കെ ഈ യൂണിയൻ എന്താ പറയുക, ഈ ചർച്ച് കോമൺ ആയിട്ട് കൊടുത്തിരിക്കുക ബിൽഡിങ്ങുകളെ. ഹലോ, ഏത് ഭാഷക്കാരനും സമയം പോലെ ആരാധനയ്ക്ക് സമയം അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഭിത്തിയിലെ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ബോർഡ് കണ്ടാൽ നമ്മൾ പേടിച്ചു. ഇത്രയും സഭകൾ ലോകത്തുണ്ടോന്ന് വിചാരിക്കും. അത് പല ജാതി ഭാഷക്കാരൻ്റെ പല ദേശക്കാരൻ്റെയാണ്. കാക്കത്തൊള്ളായിരം ബോർഡ് അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് കണ്ടാൽ അല്പം തോന്നിപ്പോ. പക്ഷേ രസം എന്നറിയാമോ? മലയാളികൾ പാടിച്ചിന് കൂടെ ആകുമ്പോഴാണ് കറുത്ത വർഗ്ഗക്കാരൻ വരുന്നത്. അവൻ്റെയൊക്കെ ഭാഷ കേട്ടാൽ തന്നെ നമുക്ക് ബോധക്കേട് വരും. അതുപോലുള്ള സംഭാഷണമാണ് നമ്മൾ വിചാരിക്കുന്നത്. ചീത്ത പറയാൻ വിചാരിക്കും. ചീത്തൊന്നും പറയല്ല, അവർ ഭാഷ അങ്ങോട്ട് കൂടി സംസാരിക്കുക. ഹലോ, ഈ വിവിധ ഭാഷയ്ക്ക് അനേക രൂപവും ഭാവവും കളറും ഒക്കെ മനുഷ്യര് അവിടെ നിന്നെല്ലാം ആരാധിക്കുന്ന ഒറ്റ ഒരാളെയാണ്. അത് എന്റെ കർത്താവ്. അതാണ് ഈ കുടുംബത്തിന്റെ പ്രത്യേകത. സകല ഭാഷക്കാരും ഇപ്പോഴേ ഉള്ളു ഭാഷയുടെ ബുദ്ധിമുട്ട്. മേളിൽ ചെല്ലുമ്പോൾ ഭാഷയുടെ ബുദ്ധിമുട്ടില്ല. എല്ലാവർക്കും സംസാരിക്കാം. അതിനായിട്ട് സ്വതന്ത്രം പറഞ്ഞു. കുടുംബത്തിൽ അംഗമായി തീർന്നില്ലെങ്കിൽ ഇന്ന് രാത്രി അംഗമായിട്ടേ പോകാവൂ. ഇല്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. അടുത്ത വാക്യം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ. പിതാവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കും. അപ്പൊ ആരുടെ മുമ്പിലാ പ്രാർത്ഥിക്കേണ്ട? ആണല്ലേ? സ്പഷ്ടമാണ്. മാതാവിന്റെ അല്ല. നിങ്ങൾ ചിരിച്ചെന്ത്? ക്ലിയർ. പക്ക മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിതാവിന്റെ സന്നിധിയില പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കേണ്ടത് പിതാവിന്റെ മുമ്പിലാ, മാതാവിന്റെ മുമ്പിലല്ല, വിശുദ്ധന്മാരുടെ മുമ്പിലും അല്ല. അങ്ങനെയാണോ എഴുതിയേക്കുന്നത്? പക്ഷെ ആൾക്കാരെ ഈ വാക്യമൊന്നും കാണത്തേ ഇല്ല. എല്ലാവരോടും പ്രാർത്ഥിച്ച് മുട്ടുമടക്കിയ അവസരം, മുട്ടുമടക്കാൻ പറ്റാത്ത അവസരം വരുമ്പോഴേ ഈശോമശി എടുത്ത്. ഇനി ഈശോമശി എടുത്ത് ചെല്ലാറുമില്ല. അതാ എൻ്റെ രസം എന്ന് പറയുന്നത്. എല്ലാവരും കേൾക്കുന്നുണ്ടോ? ഞാനിത് പറയുന്നത് വേദപുസ്തക സത്യങ്ങളാണ്. നിഷേധിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? മുട്ടുമടക്കണം ദൈവസന്നിധിയിൽ മാത്രം. കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചി, ഞാൻ പറയില്ല, അമ്മച്ചി സൂക്ഷിക്കാൻ പറഞ്ഞു. അമ്മച്ചി എടുത്ത് ചോദിച്ചു, അല്ല എനിക്ക് മാതാവിനെ വിടാൻ പറ്റിയതാ. നിങ്ങളാരും മാതാവിനെ വിടണ്ട. പോയി. മാതാവില്ലാതെ പുത്രനുണ്ടോ? ഇല്ല. മാതാവില്ലാതെ പുത്രനില്ല. ആര് പറഞ്ഞു അങ്ങനെ ഉണ്ടെന്ന്? ഞാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് മാതാവില്ലാത്ത വർഗമല്ലേ? അതാര് പറഞ്ഞു? ഞങ്ങൾക്ക് മാതാവില്ലേ? ഇല്ലേ? ആര് പറഞ്ഞില്ലെന്ന്? ഈ പുസ്തകമുള്ളിടത്തോളം കാലം ഞങ്ങൾക്കുണ്ട് മാതാവ്. പുസ്തകത്തിനകത്ത് മാതാവിനെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇല്ലെന്ന് പറയാൻ പറ്റുമോ?
മിണ്ടപ്പ അപ്പൊ പിന്നെ മാതാവില്ലെന്ന് പറഞ്ഞാൽ ഇനി മാതാവിനെ ആക്ഷേപിക്കുന്നവരല്ലേ? ബൈബിൾ വിശ്വസിക്കുന്ന ഒരാൾക്ക് മാതാവിനെ ആക്ഷേപിക്കാൻ പറ്റുമോ? പിന്നെ എന്ത് വേറെ പറയുന്നത്? മാതാവും ഉണ്ട്, മാതാവിനോട് ബഹുമാനമുണ്ട്, മാതാവിനെ വിശ്വസിക്കുന്നുമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ലോകത്തിൽ ജനിച്ച ഏതൊരു സ്ത്രീയേക്കാളും ഏറ്റവും ഭാഗ്യവതി മാതാവ് തന്നെ. ലോകത്തിൽ എന്താ പറയുക, പാപത്തിന്റെ വിഷബീജങ്ങൾക്ക് ജന്മം കൊടുക്കുന്നവരാ ഭൂമിയിലെ സ്ത്രീകൾ അല്ലേ? സങ്കീർത്തനക്കാരൻ പറഞ്ഞല്ലേ, പാപത്തിൽ എന്റെ അമ്മ എന്നെ, നമ്മളെല്ലാം പാപത്തിൽ ജനിച്ചതാ. പരിശുദ്ധനായ ഒന്നിന് ജന്മം കൊടുക്കാൻ ഈ ഉലകത്തിൽ ജനിച്ച സ്ത്രീകളിൽ ഭാഗ്യം ലഭിച്ചത് മാതാവ് മാത്രമാണ്. മാതാവിനെ എങ്ങനെ തള്ളി പറയാൻ പറ്റും? മാതാവ് എങ്ങനെ ഭാഗ്യവതി അല്ലെന്ന് പറയാൻ പറ്റും? മാതാവ് ഭാഗ്യവതി തന്നെ. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെടാം, അത് 100% സത്യമാണ്. അതൊരു ഒന്ന് ചിന്തിച്ചു നോക്കി. എത്ര ഞാൻ പറയും, എനിക്കത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റിയല്ല. കാര്യം ഈ അഖിലാണ്ടത്തെ മുഴുവൻ ഉണ്ടാക്കിയവൻ. ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ, ഈ കാണുന്ന ദൃശ്യവും അദൃശ്യവുമായ ബ്രഹ്മാണ്ഡ കടാഹത്തെ, അനന്തവും അജ്ഞാതവുമായ അവർണ്ണനീയവുമായ ബ്രഹ്മാണ്ഡ കടാഹത്തെ മുഴുവൻ ഉണ്ടാകട്ടെ എന്നുള്ള ഉച്ചാരണം കൊണ്ട് ഉണ്ടാക്കിയവൻ ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കാൻ ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്തപ്പോൾ മാതാവിനെ തെരഞ്ഞെടുത്തു, മറിയെ തെരഞ്ഞെടുത്തെങ്കിൽ ആ സ്ത്രീ എത്രയോ ഭാഗ്യമുള്ള സ്ത്രീയാ. അവരെ എങ്ങനെ അധിക്ഷേപിക്കാൻ പറ്റും? അവരെ എങ്ങനെ അപമാനിക്കാൻ പറ്റും? അവരെ എങ്ങനെ അവഹേളിക്കാൻ പറ്റും? നോ. ബൈബിൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അത് പറ്റിയാണ്. അപ്പൊ പിന്നെന്താ പ്രശ്നം? ആരാധിക്കുന്നില്ല, അത് വേറൊരു വശമാണ്. ആരാധനയ്ക്ക് യോഗ്യൻ അവനെ മാത്രമേ ആരാധിക്കാവൂ. ആരാധന അവനാണ്. ആരോട് പ്രാർത്ഥിക്കണം? അത് അവനോടെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. കാരണം ബൈബിളിൽ വേറെ ഒന്നും പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ്, അല്ലാതെ അധിക്ഷേപിക്കുകയല്ല. ഇദ്ദേഹത്തിന് എന്നെ 2 വിധത്തിൽ അപമാനിക്കാം. 2 വിധത്തിൽ അപമാനിക്കാം. 2 വിധത്തിൽ. ഞങ്ങൾ ഉദാഹരണം നിങ്ങൾക്ക് വിഷമം തോന്നണ്ട. പുള്ളിക്കാരൻ എന്നെ പരിചയപ്പെടുത്തുമ്പോൾ പറയാണ്, ഷായി സാർ പുള്ളി പിന്നെ നാട്ടിലെ MLA ആയിട്ടൊക്കെ ഇരുന്നതാണ്, പിന്നെ MP സ്ഥാനത്തൊക്കെ ഇരുന്നു, പിന്നെ ഇപ്പം ഉപദേശിയായി, ഇപ്പം ഹൈസ്കൂളൊക്കെ പഠിപ്പിക്കുക. ഞാൻ വാവ് വിളിച്ചിരിക്കും, MP യോ ഞാനോ MLA ഞാനോ? എന്താ ഫസ്റ്റ് അങ്ങനെ ഇവിടെ മാർക്ക് അറിയുന്നില്ല. കിടന്നേ ഒരു ഗമയല്ലേ? കിടക്കട്ടെ, ആർക്ക് പോയി? എങ്ങനെയുണ്ട്? ഇത് ശരിക്കും എന്നെ ബഹുമാനിച്ചതാണോ? പിന്നെ എന്നെ ശരിക്കും അപമാനിച്ചു. ഞാൻ MLA തോന്നി ആ അവരോട് സെക്രട്ടേറിയറ്റ് റോഡിൽ കൂടെ പോയി കണ്ടിട്ടുള്ളൂ. അല്ല, എന്നെ പിടിച്ച് എങ്ങനെ അവമാനിക്കല്ലേ? അതേ സ്ഥലം ഒന്ന് ഇല്ലാത്ത സ്ഥാനം കെട്ടിവെച്ചാലും എന്നെ അവമാനിക്കില്ല. ഇല്ലാത്ത സ്ഥാനം ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ എന്നെ എന്ത് ചെയ്യുക? അവമാനിക്കുക. പിന്നെയാണ് പുള്ളിക്ക് വേറെ തട്ടി പറയാം, ഈ പുള്ളി ഞങ്ങളുടെ അവിടുത്തെ തൂപ്പുകാരനടക്കം നടന്നതാണ്. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോഴത്തേന് പുള്ളി സുവിശേഷ വേലയ്ക്ക് കയറി, ഇപ്പോൾ ഒരു ബൈബിൾ കോളേജ് പഠിപ്പിക്കാം. ഇത് പറഞ്ഞാൽ എന്നെ ആക്ഷേപിക്കുക. കാര്യം ഞാൻ തൂപ്പാനായിട്ട് ജീവിച്ചിട്ടൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഉള്ള സ്ഥാനം ഇല്ലെന്ന് പറഞ്ഞാലും ഇല്ലാത്ത സ്ഥാനം ഉണ്ടെന്ന് പറഞ്ഞാലും തുല്യമായി അപമാനിക്കലാണ്. അപ്പൊ ശരിക്കുള്ള ബഹുമാനം എന്താ? ഉള്ള സ്ഥാനം പറയുക. മാതാവിന് വേദോസ്തം കൊടുക്കുന്ന എന്ത് സ്ഥാനമാണ്? സ്വർഗീയ രാജ്യം. ബൈബിളിൽ എവിടെങ്കിലും ഉണ്ടോ? മാലാഖമാരുടെ രാജ്യം എവിടെങ്കിലും ഉണ്ട്? നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷയത്തെ കുറിച്ച് സംശയമില്ലെന്ന് എനിക്കറിയാം. ഞാൻ പിന്നെ ഈ പ്രസംഗത്തിനിടയ്ക്ക് അങ്ങ് പറയുന്നു മാത്രമേ ഉള്ളൂ. ആരെങ്കിലും ചോദിച്ച ഉത്തരം പറയാൻ വേണ്ടി പറഞ്ഞത്, അല്ലാതെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംശയമുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആമീൻ. ഒന്ന് കേട്ട, ഞാൻ പറഞ്ഞു കേട്ടായിരുന്നു. ഇതൊന്നും ബൈബിളിനകത്തില്ല. മാലാഖമാരുടെ രാജ്യം ബൈബിളിനകത്തുണ്ടോ? സ്വർഗീയ രാജ്യം ബൈബിളിനകത്തുണ്ടോ? ദൈവത്തിന്റെ അമ്മ ബൈബിളിനകത്തുണ്ടോ? ബൈബിളിനകത്തില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? നമുക്ക് ചെയ്യാൻ പറ്റുന്നതാ. ഇതൊക്കെ ശരിക്കും അപമാനിക്കലല്ലേ? മാതാവിനെ വിളിച്ചോ, സ്വർഗീയ രാജ്ഞിയെ പുള്ളിക്കരിക്കുക. ആരെ വിളിച്ച്? ഞാൻ ഇതിനകത്ത് പെട്ട ആളല്ലോ. അയ്യോ, നിങ്ങളെ തന്നെ വിളിച്ചത്. എന്റെ വിശ്വാസം ഇവിടെ ഉണ്ടെന്ന് ഇവരെ ഓടിച്ചിട്ട് അടിച്ചല്ലേ മാതാവ്. അങ്ങനല്ല. വാട്ട്സ് ഈസ് ദ ബൈബിൾ? ബൈബിൾ എന്ത് പറയുന്നു? 14 പുസ്തകങ്ങളടങ്ങി സുവിശേഷനായ പൗലോസ് അതിനകത്ത് മാതാവിനെ കുറിച്ച്. നമ്മൾ മാതാവിനെ എടുക്കാൻ പോകണം കേട്ടോ. മാതാവിനെ പ്രാർത്ഥിക്കണം കേട്ടോ. മാതാവിന്റെ ഉള്ള അപേക്ഷ ഒന്നും അതിന് കുറച്ചുകളയരുത്. കൊന്തയൊക്കെ സമയാസമയങ്ങൾ ചൊല്ലിക്കോണം. ഒരു വാക്യം ഉണ്ടോ? അപ്പം ഇല്ല. ഈശോ മാതാവ് എവിടെ ജീവിച്ചത്? ആരുടെ വീട്ടിലായിരുന്നു? അത് നമുക്ക് അറിയത്തില്ല. വലിയോ മാതാവേ കർത്താവിന്റെ സ്വർഗ്ഗാരോഹണം കർത്താവ് ക്രൂശിക്കപ്പെട്ട ആരുടെ വീട്ടിലാണ് താമസിച്ചത്? യോഹന്നാന്റെ വീട്ടിൽ. യോഹന്നാൻ അപ്പോസ്തലന്റെ വീട്ടിൽ. ബൈബിളിൽ വാക്യം ഉണ്ടോ? ഉണ്ട്. ക്രൂശിക്കണമെങ്കിൽ കർത്താവ് എന്ന് പറഞ്ഞാൽ ഇതാ നിന്റെ മകൻ ഏൽപ്പിച്ചു കൊടുത്തു. അടുത്ത വാക്യം എന്ന് അറിയാമോ? അന്നു മുതൽ അവളെ അവന്റെ വീട്ടിൽ കൈക്കൊണ്ടു. അപ്പൊ അവന്റെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ താമസിച്ചു. യോഹന്നാൻ എത്ര പുസ്തകം എഴുതി? 2, 3, 5. ഇനി ഇറങ്ങുന്നത് പറയാനുണ്ടോ? 5. ഒരു സുവിശേഷം, ലേഖനങ്ങൾ, വെളിപ്പാട്. മൊത്തം 5 പുസ്തകം എഴുതി. ഈ 5 പുസ്തകത്ത് എവിടെയെങ്കിലും
എൻ്റെ വീട്ടിലുണ്ട് മാതാവ് കേട്ടോ, എല്ലാവരും വന്ന് കണ്ടേക്കണം, പോയി വന്ന് പ്രാർത്ഥിക്കണം, കേട്ടായിരുന്നോ? ഒറ്റ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. അതെന്താ എഴുതാഞ്ഞ്? പുള്ളിക്ക് വിവരം ഇല്ലാത്തതുകൊണ്ടോ, അതോ ഇന്നുള്ളവർക്ക് വിവരം കൂടിയതുകൊണ്ടോ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. കർത്താവിന്റെ മാതാവിനെ കൊണ്ടു നടന്നവർക്ക് അതൊന്നും എഴുതി വെക്കാൻ പറ്റിയില്ല. നൂറ്റാണ്ടുകൾക്ക് ശേഷമുള്ളവർക്ക് ഈ വെളിപ്പാട് കിട്ടിയെന്ന് പറഞ്ഞാൽ വട്ടെന്നും ഭ്രാന്തെന്നും അല്ല എന്നെ പറയാൻ പറ്റത്തുള്ളൂ. ഇത് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചതാണ്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുടെ അടിസ്ഥാനത്തിന്റെ മേലാണ് സഭ പണിയുന്നത്. അതല്ല വർഷാവർഷങ്ങളിൽ ചാക്രിക ലേഖനങ്ങളത്തല്ല. മനസ്സിലാവുന്നുണ്ടായിരിക്കും. മനസ്സിലാവാത്തത് വിട്ടേരെ. ഞാൻ തിരിച്ചു വരാം. വചനമാണ് പ്രമാണം. അത് പറഞ്ഞനുസരിക്കുക. സ്കൂളിൽ ചെല്ലുമ്പോൾ കൊച്ചിന് പരീക്ഷയ്ക്ക് പേപ്പർ കൊടുത്തപ്പോൾ കൊച്ചു പറയാണ്, 10ാം ക്ലാസ്സിലെ പരീക്ഷയാണെങ്കിൽ ഞാൻ MSc പഠിച്ചോണ്ട് വന്നിരിക്കുന്നത്. എന്താ പറയുക ആൾക്കാരെ? സാറെന്ന് പറയും, സാർ ഞാൻ MSc സിലബസാണ് പഠിച്ചു, മൊത്തം ബൈഹാർട്ടാണ്. സാറെന്താ പറയും, എൻ്റെ കൊല്ലം വെച്ചു ഇത് 10ാം ക്ലാസ്സിലെ സിലബസാണ്. ഐ ഡോണ്ട് ലൈക്ക് 10ാം ക്ലാസ് സിലബസ് ഒന്നും എനിക്കിഷ്ടമില്ല, ഞാൻ ഇച്ചിരി ബ്രില്യൻ്റ് ആണ്. വട്ടാന്ന് പറയും, എന്നെ പിടിക്കാറിക്കൊണ്ട് വെച്ചെന്ന് പറയും. മനസ്സിലാവുന്നില്ലേ? അയ്യോ, അതിനോട് ചോദിക്കുക, അതിന്റെ പഠിക്കാനുള്ള സിലബസ് മാത്രമേ ഉള്ളൂ. സിമ്പിൾ ഉദാഹരണം പറഞ്ഞതാ. കോടതിയിൽ ചെല്ലുമ്പോൾ കോടതി ചോദിക്കുന്നത് എന്താണെന്നറിയാവോ? എന്താ ചോദിക്കുന്നത്? എന്താ കോടതിയുടെ മുമ്പിൽ എന്താ വിലയുള്ളത്? നിയമം. പറഞ്ഞാട്ടെ അല്ലേ? ഞാൻ കണ്ടുപിടിച്ചൊന്നും അല്ലല്ലോ. കോടതിക്ക് എന്താ? കോടതി നമ്മളെ വിധി പറയുമ്പോൾ എന്താ പറയുന്നത്? നിയമം. നിയമത്തിൽ ഇന്ന IPC ഇന്ന കോഡ് അനുസരിച്ച് അല്ലെങ്കിൽ ഇന്ന നിയമം അനുസരിച്ച് നീ കുറ്റക്കാരൻ. എനിക്ക് തോന്നി നീ കുറ്റക്കാരനാണെന്ന്. ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല. തോന്നലൊക്കെ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ കോടതിക്കകത്ത് നോ, തോന്നലല്ല. കോടതിക്കകത്ത് കറക്റ്റ് നിയമമാണ്. ഇന്ന നിയമം അനുസരിച്ച് കുറ്റക്കാരൻ, ഇന്ന നിയമം അനുസരിച്ച് മാത്രമേ വിധിയുള്ളൂ. ലോകത്തിലെ കോടതികൾക്ക് നിയമം വിധിക്കാനും വെറുതെ വിടാനും നിയമം ഉണ്ടെങ്കിൽ തമ്പുരാൻ ഇതൊന്നും ഇല്ലേ? മിണ്ടിക്കാട്ടെ, ഉണ്ടാകണമല്ലോ. ഇല്ലെങ്കിൽ പുള്ളിക്ക് വിധിക്കാൻ പറ്റുമോ? ഒരിക്കലും മരണവും പിന്നെ ന്യായമായ വിധി ഉണ്ടെങ്കിൽ വിധിക്ക് മുമ്പ് വിധി ന്യായം ഉണ്ടാവണ്ടേ? അല്ലെങ്കിൽ പ്രമാണം ഉണ്ടാവണ്ടേ? അത് എന്താ പ്രമാണം? ക്ലിയറാ, വിശുദ്ധവേദപുസ്തകം. അത് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതിയോ? ഞാൻ വാക്യം തരാം. റോമാലേഖനം 2-ാം അധ്യായം 16-ാം വാക്യം. ആ വാക്യത്തിൽ എന്റെ സുവിശേഷ പ്രകാരം ദൈവം ലോകത്തെ ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. ഹലോ, വാക്യം എങ്ങനെ വായിച്ചു നോക്കിയാൽ എനിക്ക് ലജ്ജയില്ല. അല്ല, 2:16. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം. അപ്പൊ ന്യായവിധി എവിടെ? എങ്ങനെയാ? വചനപ്രകാരം. ആ, അപ്പൊ മേളിൽ നിയമപുസ്തകം ഉണ്ടോ? ഉണ്ട്. ദാനിയേൽ പ്രവചനം പുസ്തകത്തിൽ വായിച്ചു നോക്കി. 7-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കിയാൽ അവിടെ പറയുന്നുണ്ട് വരാൻ പോകുന്ന സംഭവത്തെ കുറിച്ച്. ദാനിയേൽ പ്രവചനം കാണുമ്പോൾ ഇങ്ങനെയല്ലേ, ന്യായവിസ്താര സഭ ഇരുന്നു. ഹലോ, ഞാൻ അങ്ങനെയാണ്. അടുത്ത വാക്യം അതാ, ന്യായവിസ്താര സഭ. ഹലോ, ആൾക്കാർക്ക് കോടിക്കണക്കിന് മനുഷ്യർ എങ്ങനെ ന്യായം വിധിക്കും? ഡോണ്ട് വറി. സുപ്രീം കോടതിക്ക് അത് ഡിവിഷൻ ബെഞ്ചുണ്ട്. പല ഡിവിഷൻ ബെഞ്ചുകളുണ്ട്. അറിയോ? 2 അംഗ 3 അംഗ 5 അംഗ ഇങ്ങനെ കേട്ടല്ലേ? ഇവിടുത്തെ ഡിവിഷൻ ബെഞ്ചിന്റെ കാര്യം പറയുന്നത് ന്യായവിസ്താര ബുദ്ധിയെയും അല്ല എന്നാൽ ചോദിക്കുന്നതിനേക്കാൾ. അപ്പൊ ചോദിക്കുന്നതിനേക്കാളും നനയ്ക്കുന്നതിനേക്കാളും ദൈവത്തിന് തരാൻ പറ്റും. 1 ചോദിച്ചത്, മനസ്സിരുന്നത് 2, ദൈവം തന്നത് 3. അതായത് അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? നമുക്കൊരാൾ ചോദിക്കാൻ ഒരു ചമ്മനുണ്ടല്ലോ, അതുകൊണ്ട് 1 മതി. പക്ഷെ 2 കിട്ടിയായിരുന്നെ കൊള്ളായിരുന്നു, മനസ്സിരുന്നതാണ്. പക്ഷെ ദൈവം നമ്മൾ 3 തന്നു. ചോദിച്ചതിനേക്കാൾ നനച്ചതിനേക്കാൾ അത്യാവശ്യം ദൈവം തരുന്നത് അങ്ങനെയാണ്. പക്ഷെ ദൈവം അത് തരണമെന്നുണ്ടെങ്കിൽ ഈ വെളിപ്പെടുന്ന കാര്യങ്ങളോട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമുക്ക് കുറുക്കു വഴിയുള്ള അനുഗ്രഹം ഭയങ്കര ഇഷ്ടമുള്ളവരാണ്. ദൈവത്തിന്റെ പരിപാടിയല്ല. ദൈവത്തിന് നേരെ പരിപാടിയേ ഉള്ളൂ. നിങ്ങൾ ബൈബിൾ വായിച്ചു നോക്കി. പണ്ട് 8,000-ത്തിലധികം വാക്തത്വങ്ങളുണ്ടെന്ന് പറഞ്ഞു ബൈബിളിനകത്ത്. എന്ന് പറഞ്ഞേ എത്ര? 2 അല്ല 8. 8,000-ത്തിലധികം വാക്തത്വം. ഒരു ദിവസം ഒരു വാക്തത്വം വെച്ച് നമുക്ക് എത്ര വാക്തത്വം മതി? 365 ദിവസത്തിന് അത് മതി. പക്ഷെ 2, 3, 4 വാക്തത്വം വെച്ച് കിട്ടിയാൽ പോലും തീരാത്ത വാക്തത്വങ്ങൾ ബൈബിളിനകത്ത് കിടപ്പുണ്ട്. പക്ഷെ ഈ വാക്തത്വങ്ങൾ വായിക്കാൻ ഇഷ്ടമാണെങ്കിലും ഇത് പ്രാപിക്കുന്ന അതിന് മുമ്പ് ഒരു ക്ലോസ് ഉണ്ട്. അതാ എൻ്റെ രസം. വേദപുസ്തകത്തിലെ മൊത്തം അനുഗ്രഹങ്ങളും കണ്ടീഷൻ ഉള്ളതാണ്. കണ്ടീഷൻ ഇല്ലാത്ത ഒരു അനുഗ്രഹം നിങ്ങൾ എടുക്കാവോ? ഇല്ല. സ്തോത്രം. മിക്കവാറും അനുഗ്രഹത്തിന്റെ ഹോൾസെയിൽ റീറ്റെയിൽ വ്യാപാരം എടുക്കുന്ന വാക്യം എന്ന് പറയുന്നത് ആവർത്തന പുസ്തകത്തിനകത്തൊരു വാക്യമാണ്. ഒന്നിനും അങ്ങനെ അനുഗ്രഹിക്കും, ഇങ്ങനെ അനുഗ്രഹിക്കും. പക്ഷെ അതിന്റെ ആദ്യത്തെ വാക്യം വായിക്കത്തില്ല. നീ എൻ്റെ ഈ ന്യായപ്രമാണത്തിന്റെ വചനങ്ങളെ കേട്ടനുസരിച്ച് നടന്നാൽ അതങ്ങ് വിടും. അത് വിഴുങ്ങി കഴിഞ്ഞ പിന്നെ എല്ലാം അനുഗ്രഹമായല്ലോ. ഹലോ, തമ്പുരാൻ ആ പരിപാടിയില്ല.
അനുഗ്രഹം വേണോ? പ്രമാണമുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അനുഗ്രഹം കിട്ടുന്നുണ്ട്. അനുഗ്രഹം തരാൻ ലോകത്തിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. സത്യസായിബാബയുടെ അവിടെ പോകുന്നവരും കിട്ടുന്നുണ്ട് അത്ഭുതം. അമൃതാനന്ദ വഴി കൂടുന്നു, ശബരിമല പോകുന്ന കിട്ടുന്നുണ്ട്, മക്കയ്ക്ക് പോകുന്നവരും കിട്ടുന്നുണ്ട്. അതിന് അനുഗ്രഹം വേദപുസ്തക പ്രകാരം അതെല്ലാം ദൈവികമാണെന്ന് പറയാൻ പറ്റിയല്ല. അതാ എന്റെ പ്രശ്നം. ഈ പ്രമാണത്തിലൂടെ കിട്ടുന്ന അനുഗ്രഹം മാത്രമേ ഉള്ളൂ ശരിക്കുള്ള അനുഗ്രഹം. അത് പ്രാപിക്കണോ? ഇതനുസരിച്ച് ബാക്കി ഭാഗങ്ങൾ പിന്നീട് ഒരിക്കലുണ്ട്. നമുക്കൊരു പക്ഷെ കണ്ണടച്ച് നമ്മുടെ പ്രാർത്ഥനാ അവസ്ഥകൾ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ചിന്തകൾ, ഇതിന് ശേഷമുള്ള ജീവിതത്തിൽ എന്താണ് നമ്മൾ ഇന്ന് രാത്രി കാലം ചിന്തിക്കുന്നത്? ദയവായി നിത്യതയ്ക്കൊണ്ടുവരിക. ദയവായി തിരുവചനം അനുസരിക്കണം. വചനം പറയുന്നത് എന്താണെങ്കിലും അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അനുസരിപ്പാനുള്ള മനസ്സ് നമുക്കുണ്ടാകും. ഇത് കൃത്യമായിട്ട് അനുസരിപ്പാൻ തന്നതാണ്. അത് നമ്മുടെ നിത്യത ആരും അത് തട്ടിയെടുക്കാൻ ഇടയാകും. നമ്മുടെ നിത്യത ആരും മുഖാന്തരം നഷ്ടപ്പെടാൻ ഇടയായി. ആരുടെ കയ്യിലും നമ്മുടെ നിത്യത കൊണ്ടെന്ന് നമ്മൾ വിലക്ക് കൊടുക്കാനും പാടില്ല. നമ്മുടെ നിത്യത നമ്മൾ തീരുമാനമെടുക്കണം. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തതെന്നാണ് പറയുന്നത്. അവനവനെന്നല്ല, അവനവൻ അവന്റെ പുത്രനായ യേശുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും വ്യക്തിപരമാണ്. തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും വ്യക്തിപരമാണ്. കുടുംബപരമല്ല. ഇവിടെ ഇന്ന് രാത്രി തീരുമാനങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ, തിരുവചന പ്രകാരം വിശ്വസിക്കുവാൻ കഴിയാതിട്ടുണ്ടെങ്കിൽ, നാളെയാണോ മറ്റന്നാളാണോ 10 വർഷം കഴിഞ്ഞാണോ മരണം കിടന്ന് നമുക്കറിയാം. ഇന്ന് രാത്രി തീരുമാനമെടുക്കണം. യേശുവിന് നമ്മൾ എടുക്കുന്നുണ്ട്. തീരുമാനമെടുത്തവർ ദൈവവചനം അനുഷ്ഠിക്കണം. നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. സഹോദരങ്ങളെ, അവസരങ്ങളുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ദൈവം നൽകിയ അവസരങ്ങൾ പല നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് ഇനി കിട്ടാനുള്ള അവസരത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട. കിട്ടിയ അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക. അവസരം നഷ്ടപ്പെടുത്തിയാൽ തിരികെ വരുന്നതെന്ന് പ്രതീക്ഷയില്ല. ഇന്ന് രാത്രി സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാണ്. ഒരു നല്ല പിതാവിനെ സേവിപ്പാൻ, ഒരു നല്ല കുടുംബത്തിൽ അംഗമായി തീരുവാൻ, ഒരു നിത്യതയ്ക്കുള്ള ഒരു ഭാഗ്യതയെ നമുക്ക് നൽകാനാണ്. ആ പിതാവിന്റെ വിധേയമുള്ളൊരു പുത്രനായി, അനുസരണമുള്ളൊരു പുത്രനായി നിന്നാൽ സകല ആത്മീയനുഗ്രഹങ്ങളാൽ ദൈവം നിറയ്ക്കും. ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തപരമായി ഞങ്ങളാൽ നിറപ്പാൻ കഴിവുള്ളത് ആ ദൈവങ്ങളെ സമർപ്പിക്കാം. നീതിമാന്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു. പല പൊലിയവൻ തടിച്ചു വളർന്നു വന്നിടും. നീതിമാന്റെ പ്രാർത്ഥന